رب العالمين. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والحكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. ظلمت سنة من نهي الظلام إلى أن اشتقت قدماه الضر من ورمي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള ഈ മഹത്തായ മദ്ഹുർ റസൂൽ മജ്ലിസിൽ പ്രാർത്ഥന നടത്തി ദുആ ചെയ്ത ബഹുമാന്യനായ മുത്തുക്കോയ തങ്ങൾ പരിയാരം അവർക്ക് സ്വാഗത ഭാഷണം നടത്തിയ മുഹസ്സിൻ ഷാമിൽ ഇർഫാനി, ഈ മഹത്തായ യോഗത്തിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അനസ് സഖാഫി, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുബീൻ ഇംദാദി, അതുപോലെ വേദിയിലിരിക്കുന്ന അഷ്റഫ് ഹസനി, ഹാഫിദ് അജ്മൽ ഹിഷാമി, മിദ്ലാജ് നൂറാനി, ഷാഹിദ് അദനി, അബൂബക്കർ സാഹിബ്, അബ്ദുള്ള സഅദി അടക്കമുള്ളവരും ഈ മഹത്തായ മദീനത്തു സിയം എന്ന സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, യുവാക്കളെ, മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, ഏറ്റവും ആദരവുള്ള പ്രിയപ്പെട്ട യുവാക്കളെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫ മർറ വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. എല്ലാ സ്തുതികളും അല്ലാഹുവിന് സമർപ്പിക്കുകയാണ്. അവന് മാത്രമാണ് അതിന് അർഹതയുള്ളത്. നമ്മുടെ ഈ നാട്ടിൽ അന്ത്യപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അകത്ത് അൽഹംദുലില്ലാഹ് വിവിധങ്ങളായ പരിപാടികൾ നടക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ഇനി നടക്കാനിരിക്കുകയും ചെയ്യുന്നു. മദീനത്തു സിയം എന്ന വലിയുല്ലാഹി ഖുതുബുൽ ആലം മഹാനായ സിയം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ ആമീൻ. ആ മഹാനായ ശൈഖിന്റെ ബറക്കത്താക്കപ്പെട്ട പേരിൽ കൊണ്ട് നമ്മുടെ ഈ നാട് തന്നെ മൊത്തം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയമായിരിക്കുകയാണ്. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീസ് മഹാന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ഒരു വലിയ സ്ഥാപനം, അതും ജമാഅത്തിന്റെ കമ്മിറ്റിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ സുഹൃത്ത് സഖാഫി ഉസ്താദിനോട് ചോദിച്ചു,
ജമാഅത്ത് കമ്മിറ്റി തന്നെയാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അതെ. കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഒരു ജമാഅത്ത് കമ്മിറ്റി എന്ന സ്ഥാപനം നടത്തുക. അതിന് സ്വതന്ത്ര കമ്മിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനി ഉണ്ടാവും. പക്ഷെ ഇത് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ അഹ്ലു സുന്ന വൽ ജമാഅയുടെ വിശ്വാസികൾ, നല്ലവരായ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന ഈ മഹത്തായ സ്ഥാപനം അതിന് കയ്യും നെയ്യും മറന്ന് സഹായിച്ച് സഹകരിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹ്. ബഹുമാനമുള്ളവരെ, വിദ്യാഭ്യാസം ആണ് ഏറ്റവും വലിയ അറിവ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്, വിദ്യാധനം സർവധനാണ് പ്രധാനം. ഏറ്റവും വലിയ ധനം അത് വിദ്യാഭ്യാസമാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസമാണ്? അത് അല്ലാഹുവിനെ പറ്റിയും അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും അവിടുത്തെ ദീനിനെ പറ്റിയുമുള്ള അറിവാണ്. ആ അറിവ് മാത്രമാണ് ഇഫക്റ്റീവായ അറിവും പ്രയോജനപ്പെടുന്ന അറിവും. മറ്റുള്ളതൊക്കെ നൈമിഷികമാണ്, താൽക്കാലികമാണ്, ടെമ്പററിയാണ്. കേട്ടോ? അറിവ്, നോളജ്. ഇസ്ലാം അതിന് നൽകുന്ന സ്ഥാനം മറ്റൊന്നിനും നൽകുന്നില്ല. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവനാടി അറിവാണ്. ഇസ്ലാമിന്റെ ജീവനാടി അറിവാണ്. ഒരു അറിവുള്ള പണ്ഡിതന്റെ ഉറക്കവും അറിവില്ലാത്ത മനുഷ്യന്റെ ഇബാദത്തും കൂടി തുലനം ചെയ്താൽ പണ്ഡിതന്റെ ഉറക്കത്തിനാണ് ജാഹിലിന്റെ ഇബാദത്തിനേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനം ലഭിക്കുക എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലത്തെ ഇൽമിന്റെ മജ്‌ലിസുകളിൽ ഒരു മണിക്കൂർ സമയം ഇരിക്കൽ തന്നെ, ഒരു രാത്രി 1 മണിക്കൂർ സമയം ഒരാൾ മതവിദ്യാഭ്യാസം നേടാൻ വേണ്ടി, അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി, അവന്റെ പൊരുത്തം നേടാൻ വേണ്ടി ഇൽമിന്റെ മജ്‌ലിസിൽ ചെലവഴിക്കുന്നത് 1000 റകഅത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിക്കും മണിക്കൂർ സമയം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കലാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. കേട്ടോ? ബഹറിന്റെ ബഹറ അത് പറഞ്ഞ് ഖിയാമത്ത് നാൾ വരെ ചർച്ച ചെയ്താലും അല്ലാഹുവിന്റെ ഇൽമാണ്, അല്ലാഹുവിന്റെ നൂറാണ്, പ്രകാശമാണ് ഇസ്ലാം, ഇസ്ലാമിന്റെ അറിവ്. فقال العلم نور الله حقا ونور الله لا يعطى لعصي. അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്, അല്ലാഹുവിന്റെ പ്രകാശമാണ് ഇൽമ്. അതെല്ലാവർക്കും കിട്ടൂല. ونور الله لا يعطى لعصي. പാപികളായ ആളുകളിലേക്ക് അല്ലാഹു അവന്റെ നാഫിയായ ഇൽമ നൽകൂല. അല്ലാഹു തആല അവന്റെ നാഫിയായ ഇൽമ കൊണ്ട് ഉപകരിച്ച വിഭാഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി കബൂലാക്കട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ. ഇൽമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശാഖോപശാഖകളായി കിടക്കുന്ന ഒരു ബഹറാണ്, ഒരു സമുദ്രമാണത്. അത് 1 കൊല്ലം ആയത് പറഞ്ഞാലും 10 കൊല്ലമല്ല 10,000 കൊല്ലം ആയത് പറഞ്ഞാലും എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയാലും എത്ര പ്രഭാഷകന്മാര് അത് ചർവിണം ചെയ്താലും അത് പറഞ്ഞു തീർക്കാൻ പറ്റൂല. അത്ര വലുതാണ് അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ ദീന്, അല്ലാഹുവിന്റെ നൂർ. അതുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. റബീഉൽ അവ്വൽ 12 വരുമ്പോ, അല്ലെങ്കിൽ ഒരു നബിദിനം വരുമ്പോ, അല്ലെങ്കിൽ 29 ദിവസവും നമ്മളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും. അത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്, അത് മുസ്ലിമീങ്ങളുടെ കടമയാണ്. കാരണം അത്ര
അത്ര കണ്ട് ആ പ്രവാചകർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചൊരു സ്നേഹം അതിന് പകരം വെക്കാൻ ഈ ആയുഷ്കാലം മുഴുവൻ നമ്മള് ആ പ്രവാചകനെ സംബന്ധിച്ച് പ്രസംഗിച്ചാലും അതിന് പകരമാവൂല. അത്ര വലിയ സ്നേഹമാണ് റഹ്മത്തുല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ വരുമ്പോ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയും. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഖുർആൻ പറഞ്ഞതെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ സർവ്വലോകത്തിന്റെയും അനുഗ്രഹീതനായിട്ടല്ലാതെ തങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ലോകങ്ങളുടെ മുഴുവൻ അനുഗ്രഹമാണ്. സൂര്യൻ അനുഗ്രഹമാണ്, ചന്ദ്രൻ അനുഗ്രഹമാണ്, ഭൂമിക്ക് അനുഗ്രഹമാണ്, മനുഷ്യന് അനുഗ്രഹമാണ്, അചേതന സചേതന ജീവജാല വസ്തുക്കൾക്കൊക്കെ അനുഗ്രഹമാണ്. ഒരു സൃഷ്ടിക്കും അനുഗ്രഹീതനായിട്ടല്ലാതെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ നമ്മൾ സാധാരണ പറഞ്ഞു പോകാറുണ്ട്. ഉദാഹരണം നിങ്ങൾ നോക്കി, ഒന്ന് രണ്ട് ചെറിയ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. കുറഞ്ഞ സമയം കൊണ്ട് പറയുന്നത്. ഒരൊറ്റ ചോദ്യം ചോദിക്കാം ലോകത്തിന്റെ ജനങ്ങളോട്. ഒറ്റ ചോദ്യം. എന്താ ചോദ്യം? ലോകത്തിൽ ആദ്യമായി മദ്യപാനം നിർത്തൽ ചെയ്ത് ഒരു രാജ്യത്തെ സമ്പൂർണ്ണ മദ്യനിരോധന രാജ്യമാക്കിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ആരാണുള്ളത്? ഒരേ ഒരു നേതാവേ ഉള്ളൂ. റഹ്മത്തുല്ലാഹിനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം, അന്ന് മദ്യം നിഷിദ്ധമാക്കപ്പെടാത്ത കാലം. കള്ളുകുടിച്ച് പള്ളിയിൽ പോയവരുണ്ട്, കള്ളുകുടിച്ച് നിസ്കരിക്കാമെന്നവരുണ്ട്, കള്ളുകുടിച്ച് റോട്ടിലൂടെ നടന്നവരുണ്ട്. രണ്ട് ഘട്ടമായി കള്ളുകുടി നിർത്തൽ ചെയ്തു, മദ്യം നിർത്തി ഇസ്ലാം. ആദ്യം പറഞ്ഞു വലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറാ. നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ മദ്യം കഴിക്കാൻ പാടില്ല. പിന്നീടും കുറെ ആളുകൾ അല്ലാത്ത സമയത്ത് കഴിക്കുന്നവരുണ്ടായി. അപ്പോഴാണ് ഇസ്ലാമിന്റെ അവസാനത്തെ വിളംബരം വരുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം നിഷിദ്ധമാണ്, ചൂത് ഹറാമാണ്, ചീട്ട് ഹറാമാണ്. അതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടു എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ മദീനയിൽ കള്ളുകുടിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അവര് വായയിലെ കയ്യിട്ട് കുടിച്ച കല്ല് ഛർദ്ദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞു പോയി. സുഹൃത്തുക്കളെ, ഈ ആയത്തിറങ്ങിയതിന്റെ ശേഷം പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം വരെ മദീനയിൽ ഒരാളും കള്ളുകുടിച്ചിട്ടില്ല. ലോകം കണ്ട ആദ്യത്തെ സമ്പൂർണ്ണ മദ്യനിരോധന രാജ്യമായിട്ട് മദീന മാറ്റിയ നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൽ നിന്ന് പല നേതാക്കളും, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ. അതിൽ പ്രധാനപ്പെട്ട ആഗ്രഹം ഗാന്ധിയുടെ എന്തായിരുന്നു? ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്നല്ല, ഇത് രാമരാജ്യാക്കണം എന്നല്ല, ഇവിടെ വർഗീയത കൊണ്ടുവരണമെന്നല്ല. ഒരിക്കലും ഗാന്ധി ഒരിക്കലും വർഗീയതയ്ക്ക് ഒരിക്കൽ പോലും അരുന്നുന്ന വ്യക്തിത്വമല്ല. വർഗീയതയെ കഠിനമായി എതിർത്ത, മതേതരത്വത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ച ഭാരതത്തിന്റെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പറഞ്ഞ കാര്യം, എന്റെ ആഗ്രഹം ഇന്ത്യ ഒരു സമ്പൂർണ്ണ മദ്യനിരോധന രാജ്യമാകണമെന്നാണ്. സാധിച്ചോ? സാധിച്ചില്ല. ഗാന്ധി മരിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു? ഇതുവരെ നമുക്ക് സാധിച്ചോ? സാധിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് മദീനയിൽ ഒരൊറ്റ പ്രഖ്യാപനത്തോടുകൂടെ സമ്പൂർണ്ണ മദ്യനിരോധന രാജ്യമാക്കി മാറ്റി മദീന. ലോകത്ത് വിപ്ലവം രചിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇനി കണ്ടോ, വ്യഭിചാരം മദീനയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു അല്ലാഹുവിന്റെ റസൂല്. വ്യഭിചാരത്തെ സംബന്ധിച്ച് ആയത്തിറങ്ങി, വലാ തഖറബുസ് സിനാ, വ്യഭിചാരം കൊണ്ട് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന ആയത്തിറങ്ങി. ഈ സംഭവത്തിന്റെ ശേഷവും മദീനയിൽ വ്യഭിചാരമുണ്ടായി. എങ്ങനെയാണ് വ്യഭിചാരമുണ്ടായത്? മായിസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞൊരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയാണ്, തഹീർനി യാ റസൂലല്ലാഹ്, നബിയേ എന്നെ ഒന്ന് ശുദ്ധിയാക്കണേ നബിയേ. ഇർതകബ്തു അലൽ ഖതാ غير حسر وعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي. മായിസ് തങ്ങൾ വന്നിട്ട് പറയാണ്, തഖിർനി യാ റസൂലല്ലാഹ്, നബിയെ എന്നെ ശുദ്ധിയാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, നിന്നെ എന്തിനാണ് ശുദ്ധിയാക്കേണ്ടത്? മായിസ് തങ്ങൾ പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, നീ ഒരു പെണ്ണിനെ തൊട്ടതാണോ? അല്ല. കണ്ടതാണോ? അല്ല. കേട്ടതാണോ? അല്ല. ഞാൻ ശരിക്കും അവളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സഹാബാക്കളെ വിളിച്ചിട്ട് എറിഞ്ഞു കൊല്ലുക. മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നു, കൊലപ്പെടുത്തി കളഞ്ഞു. ഈ സംഭവം മദീനയിൽ നടന്നിട്ട് പിന്നീട് കാര്യമായ ഒരു സംഭവം മദീനയിൽ ഉണ്ടായില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ട് മദീന സമ്പൂർണ്ണ വ്യഭിചാര നിരോധന രാജ്യമായി, ഒരു വ്യഭിചാരിയെയും കാണാത്ത രാജ്യമായി മദീന മാറ്റിയ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ ലോകത്ത് നിർത്തിയതാരാ? മുഹമ്മദ് മുസ്തഫ. എന്താണ് മുഹമ്മദ് നബി ലോകത്തിന് ചെയ്ത നേട്ടം? അമ്മമാർ കേൾക്കണം, കുട്ടികളെ നല്ലോണം നിങ്ങൾ നോക്കണം. പിഞ്ചു മക്കളൊക്കെ സംസാരിക്കാതിരിക്കാൻ ഉമ്മമാർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നില്ല. കുട്ടികളുടെ ശബ്ദത്തിനിടയിൽ അത് ഒച്ചു പോകും. അവരോട് നല്ല നിലക്ക് ഷോപ്പിട്ട് പിടിച്ച് എല്ലാവരും അവിടെ ഇരുത്തുക. കുട്ടികൾ അങ്ങനെയാണല്ലോ. കുട്ടികളില്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥമില്ല. ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗമാണ് കുട്ടികൾ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവന്റെ ഹൃദയത്തിൽ ഈമാനില്ല കേട്ടോ. നബിദിനം വരുമ്പോ നമ്മള് നെഹ്റുവിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാറുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ. അന്ന് എന്താ ഇതിന് പേര് പറയുന്നത്? ശിശു ദിനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിന് നമ്മൾ ആഘോഷിക്കുന്ന ദിനത്തിന്റെ പേര് ശിശുദിനം എന്നാണ്. നെഹ്റു കുട്ടികളും തമ്മിൽ വലിയ അറ്റാച്ച് ആയിരുന്നു. എന്താണ് അറ്റാച്ച്? എവിടെ കുട്ടികളെ കണ്ടാലും നെഹ്റു ആ കുട്ടികളുടെ കവിളിലൊന്നുള്ളൂ, കയ്യൊന്ന് പിടിക്കും, കുഞ്ഞു മക്കളെ ഒന്ന് എടുക്കും, ഒരു ഉമ്മ വെക്കും. കയ്യിൽ കിട്ടിയ റോസാ പുഷ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. കഴുത്തിൽ ആരെങ്കിലും ഇട്ട ഷാള് അത് കുട്ടികളുടെ കഴുത്തിലിട്ട് കൊടുക്കും. അത്ര കുട്ടികളെ പ്രണയിച്ച ഭാരതം കണ്ട നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് നെഹ്റുവിന്റെ ജന്മദിനം നമ്മള് ശിശുദിനം ആയി ആഘോഷിക്കുന്നു. അത് ബിദ്അത്താണെന്ന് ഒരു ജമാഅത്ത് ഇസ്ലാമി ഒരു വഹാബി പറയുന്നത് വരെ കേട്ടിട്ടില്ല. അവരും അത് ആഘോഷിക്കണം, അവർ സ്കൂളിലും ആഘോഷിക്കണം, അവർ കോളേജിലും ആഘോഷിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുട്ടികളും തമ്മിലുള്ള ബന്ധം അതിന്റെ അപ്പുറത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്ക് തന്നെ പോലെ, കുട്ടികളോട് കരുണ കാണിക്കാത്തവന്റെ ഹൃദയത്തിൽ ഈമാനില്ല, ഈമാനില്ല, ഈമാനില്ല. ആ ഹബീബായ തങ്ങള് പറയാണ്, കുട്ടികളോട് എത്രമാത്രം കരുണ കാണിക്കണമെന്നോ. തന്റെ പ്രിയപ്പെട്ട 2 പേരക്കുട്ടികളുണ്ട്.
ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കള്, അലിയാരുടെ മക്കള്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികള്. മൂത്ത കുട്ടിയുടെ പേര് ഹസൻ എന്നാണ്, അനുജന്റെ പേര് ഹുസൈൻ എന്നാണ്. നബി തങ്ങളെ ഉപ്പാപ്പാന്ന് വിളിച്ചുകൊണ്ട് ചിരിക്കുന്ന കരയുന്ന മക്കളാണ്. വൈകുന്നേര സമയമായാൽ അസർ നിസ്കാരം കഴിഞ്ഞാൽ മദീനയിൽ വന്ന നബി തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹസൻ തങ്ങളെ എടുത്തിട്ട് വലത്തെ ചുമലിൽ വെക്കും, ഹുസൈൻ തങ്ങളെ എടുത്തിട്ട് ഇടത്തെ ചുമലിലും വെക്കും. രണ്ട് മക്കളെയും കൈയിങ്ങനെ പിടിക്കും. മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കും, ചുമലിലേറ്റിയിട്ട് പീടിയ കോലായി ചെല്ലും. നല്ല മിഠായി മധുര പലഹാരം വാങ്ങിയിട്ട് ആ കുഞ്ഞുമക്കളുടെ കയ്യിൽ കൊടുക്കും. അവരത് വല്യപ്പാന്റെ ചുമലിൽ നിന്ന് തിന്നും. ചിലപ്പൊക്കെ തിന്ന അവശിഷ്ടം റസൂലുള്ളാഹിന്റെ ശരീരത്തിലൂടെ ഒലിച്ചു പോകാറുണ്ട്. നബി തങ്ങൾ അതിനെ എതിർക്കാറില്ല. കാരണം കുഞ്ഞുങ്ങളോട് വല്ലാത്ത മഹബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മാത്രമല്ല മറ്റൊരു സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ അങ്ങ് കടന്നപ്പോൾ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്, ഫാത്തിമയുടെ പ്രിയപ്പെട്ട മോനാണ് റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ തങ്ങൾ വന്നിട്ട് നബി തങ്ങളുടെ പേരടിയിൽ അവിടെ കയറിയിരുന്നു. നബി തങ്ങൾ സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരടിയിൽ പേരക്കുട്ടി കയറിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സുജൂദങ്ങൾ നീട്ടിപ്പിടിച്ചു. കുറെ കഴിഞ്ഞപ്പോ ആ രംഗം ആര് കണ്ടു? ഹുസൈൻ തങ്ങളുടെ ഉമ്മയായ റസൂലുള്ളാഹിന്റെ പുന്നാരമോളായ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ കാണുകയാണ്. ബാപ്പാന്റെ പെരടിയിൽ പേരക്കുട്ടി ഇരിക്കുന്ന രംഗം നിസ്കരിക്കുമ്പോ സുജൂദിൽ ഓടി വരികയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വന്നിട്ട് ഹുസൈൻ തങ്ങളുടെ അടുത്ത് പെരടിയിൽ നിർത്തോ, എന്നിട്ട് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഹുസൈൻ തങ്ങളെ ചീത്ത വിളിക്കുകയാണ്. ഫാത്തിമ ബീബി ശകാരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ തങ്ങള് ഫാത്തിമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ നീ ഹുസൈനെ ചീത്ത വിളിക്കുന്നു, ശകാരിക്കുന്നു. എനിക്കിഷ്ടമില്ല, എനിക്കിഷ്ടമില്ല. ഫാത്തിമത്തുൽ മജ്ദി വൽ യഖീനി യാ ബിൻത ഖൈരിൻ നാസി അജ്മഈനി. അപ്പൊ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ തങ്ങള്. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 യഥാർത്ഥ ലോക ശിശു ദിനമാണ്. റബീഉൽ അവ്വൽ 12 കുട്ടികളെ സ്നേഹിച്ച നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ വാചകക്കാൻ വേണ്ടി വന്ന ഉമ്മമാരുണ്ടല്ലോ, ഉമ്മമാര് ഇങ്ങനെ നിങ്ങൾക്ക് തലയില് തട്ടക്കെട്ട് പർദ്ദക്കെട്ട് ഇവിടെ പെണ്ണായി വന്ന് ഈ കസേരന്റെ മുകളിൽ ഇരിക്കാനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം വാങ്ങിച്ചിരുന്ന നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. നബി തങ്ങൾ ജനിക്കുന്ന കാലത്ത് എന്തായിരുന്നു അവസ്ഥ? വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. പ്രസവിക്കപ്പെട്ടത് പെണ്ണാണ് എന്നറിഞ്ഞാൽ മുഖം കാർക്കും വീർക്കും. തന്റെ ഭാര്യ പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ബോധം കെട്ടു വീഴും. പെണ്ണോ മുഖം കറക്കും. മാത്രമല്ല പെണ്ണിനെ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടും. ഒരു സ്വാതന്ത്ര്യം പെണ്ണിന് നൽകിയില്ല. നയാ പൈസയുടെ സ്വത്ത് പെണ്ണിന് ചരിത്രത്തിൽ നൽകിയിട്ടില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ. അതുവരെ മനു എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു ഇവിടെ. മനു ആ മനു മഹർഷി പാടി പെണ്ണിന് എത്ര സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് ഒരാൾ ചോദിച്ചു. ആരോട്? മനുവിനോട്. മനു. അപ്പൊ അദ്ദേഹം സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ചെയ്തു. കേട്ടോ എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? കേട്ടോ. പിതോ രക്ഷതി കൗമാരേ ഭർത്തോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യ
നസ്ത്രീ ശോചന്ദ്രമർഹദീ. ഈ മനുഷ്യനെയാണ് പണ്ട് പറഞ്ഞത്, വേദങ്ങൾ ശ്രവിക്കുന്ന ശൂദ്രന്റെ കാതിലീയം ഒഴിക്കണമെന്നുള്ള ശ്രേഷ്ഠമാം മനുസ്മൃതി കാട്ടിലേക്ക് എറിയുവിൻ, അല്ലെങ്കിൽ കരിക്കുവീൻ. കാമജാതിക്കാരനായ ചറമനും ഇഴയനും പറയനും പുലയനും രാമായണം കേട്ടാൽ അയാളുടെ ചവിട്ടിൽ ഈയമ്മൂരിക്ക് ഒഴിക്കണമെന്ന് പറഞ്ഞാളാണ് ആര്? സാക്ഷാൽ മനു മഹർഷി. ആ മനു മഹർഷി പറയാന് പെണ്ണിന് എത്ര സ്വാതന്ത്ര്യം കൊടുക്കണം? ഒരാളും ബേക്കോട്ട് നോക്കാൻ പാടില്ല, ഉപവായത് പറയാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. ഇത് റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ. ഖുതുബുൽ ആലം വലിയുല്ലാഹി സിയം അബൂബക്കർ മുസ്ലിയാർ ഫാഫ ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീദ് തങ്ങളുടെ റൂഹ് ഇവിടെ ഹാജരാകുന്ന മജ്ലിസാണ്. സംശയം വേണ്ട. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വയതിൽ വരുമ്പോ ഈ സ്ഥാപനത്തിന്റെ പേര് എനിക്ക് നോട്ടീസിൽ കണ്ടെങ്കിൽ അതിന് മെമ്മറിയിൽ ഇല്ല. ഞാൻ ആദ്യം നിയത്ത് ചെയ്തത് അല്ലാഹ് ഖുതുബുൽ ആലമിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്തിട്ട് ഇങ്ങനെ വരുള്ളൂ. നേരെ ചെന്നു, ഒരു തടസ്സമില്ലാതെ മഖാമിന്റെ മുമ്പിൽ ചെന്ന് ദീർഘമായി അറബിയിലും മലയാളത്തിലും ഞാൻ അവിടെ ദുആ ചെയ്തു. നൂറുകണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി ആമീൻ പറയാൻ കൂട്ടത്തിൽ വന്നു. സാധാരണ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സംസാരിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. പക്ഷെ ഹാദിമീങ്ങൾ ആരും എന്നോടൊന്നും പറഞ്ഞില്ല. അതാ മഹാന്റെ പൊരുത്തം. അവിടുത്തെ തർദീയത്ത് നമുക്കുള്ളത് കൊണ്ടാണ് അവർക്ക് പറയാൻ തോന്നാത്തത്. അവിടുന്ന് കൊടുത്തിട്ടുണ്ടാവും, നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും, ഒന്നും മുണ്ടണ്ട, അനിയൻ ദൂരന്ന് പോയിക്കോട്ടെ. കാരണം നമ്മൾ വരുന്നത് മദീനത്തു സിയമിലേക്കാണ്, വലിയുള്ളാഹിന്റെ സ്ഥാപനത്തിലേക്കാണ്, ഖുതുബുൽ ആലമിന്റെ സ്ഥാപനത്തിലേക്കാണ്. അവരുടെ റൂഹ് അല്ലാഹു ഈ മജ്ലിസിൽ ഹാജരാക്കും. അല്ലാഹു ആ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് അദബില്ലാതിരിക്കരുത് മക്കളെ. നമ്മൾ നല്ല ഹൃദയം ശുദ്ധിയാക്കി. നിങ്ങളിവിടെ എന്താ കൊടുത്തത് മോനെ? അൽഹംദുലില്ലാഹ്. അത് കുടിച്ചാൽ വേറൊരു ദോഷമുണ്ട്, നല്ലതാണ്. പക്ഷെ പായസം കുടിച്ചാൽ വേഗം ഉറങ്ങും. ബർക്കത്താണ്. മധുരം കുടിക്കുന്നത് നല്ലതാണ്, പക്ഷെ പായസം കുടിക്കാൻ ഉടനെ ഉറങ്ങും. പിന്നെ ഉറങ്ങാതിരിക്കണമെങ്കിൽ ഒരു മരുന്നിന്റെ പിന്നിൽ ഉടനെ കഴിക്കണം. അത് ഈ നാടൻ സദ്യ കഴിക്കാൻ ചില ഷർത്ത് ഫർളൊക്കെ ഉണ്ട്. നമ്മളാൾക്കാർക്ക് ഒന്നും അറിയില്ല. അത് ഹൈന്ദവ സുഹൃത്തുക്കളോട് ചോദിക്കണം. എലിശ്ശേരി എവിടെ വിളമ്പണം, പുളിശ്ശേരി എവിടെ വെക്കണം, അച്ചാർ എവിടെ വിളമ്പണം, പപ്പടം എവിടെ വെക്കണം, ചോറ് എവിടെ വിളമ്പണം, സാമ്പാർ എവിടെ വെക്കണം, ഇങ്ങനെ ഇതിനൊക്കെ കൂട്ടുകറി എവിടെ വിളമ്പണം. ഇതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട്. ഞങ്ങളെ പോലെ ഉള്ളാകെ തട്ടിയ വാരി വെച്ച് കാച്ച അതല്ല. ഇതിനൊക്കെ ചില അകവും മര്യാദകളൊക്കെ എല്ലാത്തിനുണ്ട്. അപ്പൊ പായസം കുടിച്ചാൽ ഉറങ്ങാതിരിക്കാനുള്ള ഒരു മസാല. അതെന്താ? കുറച്ച് മോര് കുടിക്കുക. ഇനിയിപ്പോ മോര് തെരഞ്ഞു പോകാൻ പറ്റില്ല. ഇനിയിപ്പോ ഉറങ്ങാതിരിക്കാനുള്ള ഒരു വിദ്യ എന്താ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ നിങ്ങൾ ചൊല്ലുക. നമുക്ക് വരില്ല. ശൈത്താൻ നിങ്ങളെ ഏഴായിരത്ത് വരില്ല. ഇബ്ലീസ് പമ്പ കിടക്കും. ഇബ്ലീസിന് ഏറ്റവും അധികം പേടി സ്വലാത്ത് ചെല്ലുന്നവരെ. സ്വലാത്ത് ഒരു മുറബിയായ ശൈഖിനേക്കാൾ വലിയ സ്ഥാനത്താണ്. അതിലും വലിയ മുറബില്ല വേറെ. സ്വലാത്താണ് നമ്മളെ നയിക്കുക. കേട്ടോ, ദുനിയാവിലെ ആഖിറത്തിലെയും വിഷമം തീർക്കുന്ന അമല് സ്വലാത്തല്ലാതെ വേറൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഹബീബിന്റെ പേര് കേൾക്കുമ്പോ ഉറക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം വരില്ല, ഉലി കിട്ടും. ലോകം കണ്ട ഏറ്റവും വലിയ പിശുക്കൻ ആരാന്നാണ് നിങ്ങൾ മനസ്സിലാക്കി? മദ്രസക്ക് സംഭാവന വെച്ച് കൊടുക്കാത്ത മുതലാളിയാണോ? അല്ല. മുത്തഅല്ലിമീങ്ങൾക്ക് ചെലവ് വെച്ചാൽ കൊടുക്കാത്ത അർക്കീസാണ്. അയാളും അല്ല, പിശുക്കൻ തന്നെ. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനാരാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പേര് പറയപ്പെട്ടിട്ട് സലാത്ത് ചെല്ലാൻ പിശുക്ക് കാണിക്കുന്നവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ പിശുക്കനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാരാ? ചാൾസ് ശോഭനാരാണോ? വീരപ്പനാണോ? ഒന്നുമല്ല. അതൊക്കെ ഇന്റർനാഷണൽ കള്ളന്മാരല്ല. പക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്.
അതെങ്ങനെ ഉസ്താദ് നിസ്കാരത്തിൽ കളവാക്കുക? ഉണ്ടല്ലോ. 20 റക്അത്തുള്ള തറാവീഹ് ഉണ്ടാക്കുക, 8 കൊണ്ടുപോയി അത് വട്ട പൂജ്യാക്കി അവൻ തന്നെ പെരുങ്കാലാക്കി. 20 റക്അത്ത് തറാവീഹ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിന്ന് നിസ്കരിപ്പിച്ചു. വ്യക്തമായ രേഖകളുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ആര് പറയുമ്പോ പറയും ആര് ഉമർ ബിൻ ഖത്താബ് ചെയ്തതല്ലേ? എന്നിട്ട് ഇവർ നമ്മളോട് ചോദിക്കും, മുഹമ്മദ് നബിയുടെ കാലത്ത് വിഭജനമുണ്ടോ? സിദ്ദീഖ് അക്ബറിന്റെ കാലത്തുണ്ടോ? ഉമർ ബിൻ ഖത്താബിന്റെ കാലത്തുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്തുണ്ടോ? അലിയാരുടെ കാലത്തുണ്ടോ? ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടും പാടും. എന്താ എന്താ പാട്ടെന്ന് അറിയാം? തഴവോസ്താദിന്റെ ഒരു വരി, 2 വരി, അപ്പുറത്തുമില്ല അപ്പുറത്തുള്ളവല്ല, ലാ തുമ്പ വല വാല എന്ന് പറയാം. അപ്പുറത്തും ഇപ്പുറത്തുമില്ലാത്ത 2 വരി പാട്ട്. അതേതാ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300ന്റെ ശേഷം വന്നതാ. തലവോസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞ വലിയൊരു കിതാബ് നസീഹത്തിന്റെ പുസ്തകമുണ്ട്. ആ മൗലിദ് കിതാബിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്. നസീഹത്തിന്റെ പുസ്തകത്തിൽ എന്താ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300ന്റെ ശേഷം വന്നതാ. എന്നിട്ട് ഇവർ പറയും അതാണ് ഞങ്ങൾ പറയുന്നത് ബിദ്അത്താണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദില്ല, സിദ്ദീഖ് അക്ബറിന്റെ കാലത്തില്ല, ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്തില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്തില്ല, അലിയാരുടെ കാലത്തില്ല. അതുകൊണ്ട് ബിദ്അത്താണ്. എന്നാ പിന്നെ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് മറക്കണ്ട, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനുണ്ട്. സിദ്ദീഖ് അക്ബറിന്റെ കാലത്തും ഖുർആനുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഖുർആനുണ്ട്. പക്ഷേ മുസ്ഹഫ് അതാരുടെ കാലത്തുണ്ടായതാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയാ, റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനല്ല. ജാമിഉൽ ഖുർആനി അൻഫഖ മാലൻ ഖൈറൻ ഖൈറാ ഉസ്മാൻ ആദിൻ നൂറൈനി അൻഹു റളിയല്ലാഹു ഖാതിലുൽ കുഫാരിനാ ളാരിബ് ഉനുഖിൻ കസ്റൻ കസ്റാ അലി ഹൈദർ അസദുല്ലാഹി അൻഹു റളിയല്ലാഹു ഫാരിഖുൽ ബൈന ഹഖിൻ വബാതിൽ ഖഹറൻ ഖഹറാ ഉമർ വലി ഫാറൂഖുല്ലാഹ് അൻഹു റളിയല്ലാഹു. ബക്കറ്റ് നിറയാതെ ജീവിക്കുന്നതിനെ പാടില്ല. അല്ലെങ്കിൽ അന്ന് അപ്പോ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ട്, സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ട്. പക്ഷെ അവരുടെ ഈ 3 പേരുടെ കാലഘട്ടത്തിലും മുസ്ഹഫ് ഇല്ല. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിന് 2 ചട്ടന്റെ ഉള്ളിൽ ഏടുകളിലാക്കി എഴുതി വെക്കപ്പെട്ടതിനാണ് മുസ്ഹഫ് എന്ന് പറയുന്നത്. നബി തങ്ങളുടെ കാലത്ത് തോലില് പനയമ ഒക്കെ എഴുതി വെച്ചതാണ്. അതന്നെയാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിന്റെ കാലത്തുള്ളത്. അതന്നെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിനൊക്കെ ഒരുമിച്ച് കൂട്ടി മുസ്ഹഫാക്കി. അതാണ് റസൂൽ ഉസ്മാനി. ഇവന്മാര് പറയോ ലോകം കണ്ട ഏറ്റവും വലിയ വിദേഹത്ത് മുസ്ഹഫാണ് എന്ന് പറയും. ഇവരുടെ മുന്നിൽ ഏതാ? യൂസഫ് തന്നെ. ഈ മുസ്ഹഫ് തന്നെയല്ലത്. എന്തുകൊണ്ട് ഇവര് പറയുന്നില്ല? അപ്പോൾ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300ന്റെ ശേഷം വന്നതാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മളിപ്പോ ഈ മങ്കൂസ് മൗലിദ് ഓതുക, ബർസഞ്ചി, ജഅല മുഹമ്മദ്, ഇങ്ങനെ ഓരോ പേരിന് കഴിക്കണ ഈ മൗലിദ് ഉണ്ടല്ലോ, അത് നബിയുടെ കാലത്ത്. പക്ഷെ മൗലിദിന്റെ മെറിറ്റ്, അതിന്റെ അടിസ്ഥാനം
നബിതങ്ങളുടെ കാലത്തുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയലാണ് മൗലിദിന്റെ കണ്ടന്റ്. മൗലിദിന്റെ കണ്ടന്റ് എന്താണ്? മദ്ഹ് പറയാ, മദ്ഹ് പറയാ, മദ്ഹ് പറയാ. മങ്കൂസ് മൗലിദ് എന്താ പറയണേ? അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ വൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. ഇനി അശറക ബൈത്ത് എന്താ ചൊല്ലുന്നത്? അശറക ബൈത്ത് എന്താ ചൊല്ലുന്നത്? യാ ഹബീബി യാ മുഹമ്മദ് യാ الله يا مؤيد يا ممجد يا إمام القبلتين. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണത്. മൗലിദിലെ ബൈത്തായാലും അതിലെ ഹിക്കായത്തുകളായാലും അതൊക്കെ മദ്ഹുൻ നബിയാണ്. അപ്പൊ മൗലിദ് എന്ന് പറഞ്ഞാൽ മദ്ഹ് പറയലാണ്. ബുർദ എന്ന് പറഞ്ഞാൽ മദ്ഹാണ്, ബുർദ എന്ന് പറഞ്ഞാൽ മദ്ഹാണ്, മാല എന്ന് പറഞ്ഞാൽ മദ്ഹാണ്, ബൈത്ത് എന്ന് പറഞ്ഞാലും മദ്ഹാണ്. അപ്പൊ മൗലിദിന്റെ കണ്ടന്റ് അല്ല മദ്ഹ്. ആ മദ്ഹ് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? അതേ ഉള്ളൂ. മദീനത്തെ പള്ളിയില് ഒരു മിമ്പർ പണിത് വെച്ച് വാരിക്ക് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. വലിയ കവിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ, നിമിഷ കവിയാണ്. നബി തങ്ങളുടെ മദ്ഹിനെ പറയാ, ദാ ജോലി. അതെന്താ കൊടുക്കണ? കോപ്പിക്കോ മുട്ടായി ആണോ ഉസ്താദേ? അതെന്താ? ഉറങ്ങാതിരിക്കാനാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് തൊള്ളയിൽ വെച്ചാൽ ഉറങ്ങെടുത്തിട്ട് മോനെ നാളെ പത്രത്തിൽ വായിച്ചു, റംബുട്ടാന്റെ കുരു തൊള്ളയെ കുടുങ്ങിയിട്ട് കുട്ടി മൊത്തായി പോയി. അല്ലാ, അതുകൊണ്ട് മുട്ടായി തൊള്ളയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയ കൈവിട്ടു പോകും. അതുകൊണ്ട് ഉറങ്ങരുത് കേട്ടോ. ഒറ്റ ആൾ ഉറങ്ങാതിരിക്കാൻ ഏറ്റവും നല്ല മരുന്ന് ഞാൻ പറഞ്ഞു, മുത്തനബിയുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ദായിമാക്കുക കേട്ടോ. അത് കൊടുത്തോണ്ട് ചെയ്യുന്ന. പക്ഷെ നിങ്ങൾ ഈ മജ്‌ലിസില് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതോടൊപ്പം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു അമലുണ്ടാവുന്നു. അതിനിപ്പോ ഉണ്ടോ എന്നറിയില്ല. ഈ മജ്‌ലിസിൽ വരുന്ന മുഴുവൻ പുരുഷന്മാർക്കും നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തറും പെണ്ണുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തർ എല്ലാ റസൂലുള്ളാഹിന്റെ മജ്‌ലിസ് മൗലിദിന് പോയി അത്തർ ചെയ്യുന്നുണ്ട്, ബുർദക്കേക്കും അത്തർ ചെയ്യുന്നുണ്ട്, പള്ളി കേൾക്കുമ്പോൾ അത്തർ ചെയ്യുന്നുണ്ട്. ഹബീബായ തങ്ങൾക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു കാര്യം വേറല്ല. തങ്ങളുടെ ശരീരം എപ്പോഴും നല്ല മണ. അവിടുത്തെ ശരീരം യാഖൂത്താണ്, അംബറാണ്. രക്തമാണ്, വൈഡൂര്യമാണ്, മരതകമാണ്, ഗോമേതകമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പിനെന്ത് സുഗന്ധമാണ്. ഉമ്മു സുലൈമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വീട്ടിൽ നബിതങ്ങളെ കിടക്കാമെന്നോ റെസ്റ്റ് എടുക്കാമെന്നോ ഞാൻ നബിതങ്ങളെ കൊണ്ടുപോയി വീട്ടിന്റെ ഒരു കട്ടലിൽ കിടത്തി. ഉമ്മു സുലൈമ നബിതങ്ങളുടെ മഹറമിയത്ത് ബന്ധമുള്ള പെണ്ണാണ്. ആ പെങ്ങളൊരു ചെറിയ കുപ്പിയും ഒരു ടീസ്പൂണുമായി ചെല്ലുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിലുള്ള വിയർപ്പക്കങ്ങളെ വടിച്ചെടുക്കുകയാണ്. ഈ കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കാണ്. അപ്പൊ നബിതങ്ങളെ ചിരിട്ടിച്ച് ചോദിച്ചു, യാ ഉമ്മ സുലൈം, എന്തിനായി വിയർപ്പക്കെടുത്ത് കൊണ്ടുപോണത്? മുസ്ലിമാണ് മറുപടി, നബിയേ എന്റെ കുട്ടികൾക്ക്
വല്ല രോഗം വന്നാൽ തങ്ങളെ വിയർപ്പെടുത്ത് കലക്കി കൊടുത്ത് കുടിക്കാനാ. എന്റെ മക്കൾക്ക് അത്തർ വാങ്ങാനുള്ള പൈസയില്ല, ഈ വിയർപ്പെടുത്തിട്ട് പെരട്ടി കൊടുക്കാനാ. തങ്ങളുടെ വിയർപ്പിന് എന്തോ ഒരു മണമാണ്, തങ്ങളുടെ വിയർപ്പിന് എന്തോ ഒരു ശിഫയാണ്. അതുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് പ്രത്യേകതയുണ്ട്, അവിടുത്തെ മുടിക്ക് പ്രത്യേകതയുണ്ട്, അവിടുത്തെ തുപ്പുനീരിന് പ്രത്യേകതയുണ്ട്, അവിടുത്തെ എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് കൃത്യമായ ഉത്തരം പറയാൻ ഇധർ ദേഖോ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ചോദിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. ബൂസരി ഇമാമ കുടുങ്ങിപ്പോയി. ബൂസരി ഇമാമിന് ഇമാം ബൂസരി തങ്ങൾക്ക് പാർക്കിൻസൺസ് രോഗം വന്നു. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം. ശരീരം മൊത്തം കുഴഞ്ഞു പോയി, തളർന്നു പോയി, ഡൗണായി. വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി രക്ഷയില്ല. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. ആ കിടപ്പിൽ കിടന്നിട്ട് ബൂസരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങളെ എന്റെ രോഗം മാറാൻ ഞാൻ തങ്ങളുടെ മദ്ഹ് എഴുതാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു തിങ്കളാഴ്ച രാവുദു ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മലർന്നങ്ങ് കിടന്നിട്ട് കയ്യിലൊരു പേന എടുത്തു, കടലാസ് എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആമിൻ തദക്കുരിജി വാനിൻ ബിസലമി ما زجت دمعا جرى من مقلة بدمي. എന്നിങ്ങനെ എഴുതി 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 നബി തങ്ങളെ മദ്ഹ് കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് മുഴുവൻ പാടാനുള്ള കഴിവുമില്ല, അതിനുള്ള സമയമില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതിൻ്റെ ഒരു കണ്ടന്റ് ഒരു ഭാഗം ഞാൻ പറഞ്ഞത് മാത്രമല്ല. എഴുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ഇങ്ങനെ എഴുതി 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 എഴുതിയിട്ട് ഇമാം ബൂസരി എഴുതി, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വന്നു. ഒരു വരി ഏതാണ് ഞാൻ പാടിത്തരാം. ഏതാണത് എന്നറിയോ? കേട്ടോ കേട്ടോ. ഫമബിലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. എന്താണ് അതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാനുള്ളതിന്റെ പരിധി അന്നഹു ബശറുൻ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ഈ വരി എഴുതിയപ്പോ ബൂസരി ഇമാം തങ്ങൾക്ക് പിന്നെ അടുത്ത വരി എങ്ങനെ എഴുതണമെന്നൊരു ഐഡിയ വരുന്നില്ല. എന്ത് എഴുതിയാലും അത് റാഹത്താവുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങി. ഉറങ്ങുന്ന സമയത്ത് അതാ സ്വപ്നത്തിൽ വരുന്നു ആര്? റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മുഹിബ്ബായ ബൂസരിനെ വിളിച്ചിട്ട് പറയുന്നു, ബൂസരി, നീ എന്റെ മദ്ഹ് എഴുതിയിട്ടുണ്ടല്ലേ, ഖുർആൻ എഴുതിയിട്ടുണ്ടല്ലേ, അത് പാടിത്താ മോനെ. ബൂസരി ഇമാം ഇങ്ങനെ പാടിക്കൊടുത്തു. ഈ വരിയുടെ അവിടുത്തെ അപ്പുറത്തില്ല, തങ്ങളെ എനിക്ക് എഴുതാൻ കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, എഴുതിക്കോ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുസ്ലിമാമിനെ ബദർ പാട്ട് പണ്ടൊക്കെ നമ്മള് ഈ മാപ്പിളപ്പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്റ്റേജിലും പരിപാടിയിലൊക്കെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ബദറാണ് അധികം പാടുക. ബദർ ആരെ ഈ ബദർ പാട്ട് ഉണ്ടാക്കിയെന്നറിയോ മോനെ? ആരെ ബദർ പാട്ട്? മുൻകുട്ടി വൈദ്യരന്നെ.
അങ്ങനെ പറഞ്ഞപ്പോ ഒരു ബേജാറ് തെറ്റുള്ളൂ. അത് കറക്റ്റാ. മോയിൻകുട്ടി വൈദ്യർ കേരളക്കാരനാണ്. വൈദ്യരി പാട്ട് എഴുതാൻ വേണ്ടി നിയത്ത് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? അത് വല്ലാത്തൊരു കേൾക്കണം. മോയിൻകുട്ടി വൈദ്യര് പ്രേമകാവ്യം ആളെ പ്രേമകാവ്യം അതിൽപ്പെട്ടൊരു പാട്ടാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. പ്രേമകാവ്യ ബദറുൽ മുനീർ എന്ന് പറഞ്ഞില്ല, അങ്ങനെ സംഭവമില്ല, സങ്കല്പ. ഹുസ്നുൽ ജമാൽ എന്ന് പറഞ്ഞ ഒരാളില്ല. ബദറുൽ മുനീർ പെണ്ണാണ്, ഹുസ്നുൽ ജമാൽ ഒരാണാണ്. അങ്ങനെ ഒരു കാര്യമില്ല, ഒരു പ്രേമം. ഇവർ രണ്ടാളും കൂടി പ്രേമിച്ച ഒരു പ്രേമകഥയാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്നുള്ള പാട്ട്. വൈദ്യുതി ഒരു ദിവസം ഇങ്ങനെ അകത്തിൽ കൂടെ ഇങ്ങനെ ഉല്ലാത്ത വീട്ടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ നടക്കുമ്പോ ഈ പാട്ട് പാടും. ഏത് പാട്ട്? പുന്നാരത്താളം മികന്ത ബീവി മെത്തെ പാണി ചിത്തിരം ആഭരണ ഇതൊരു പാട്ട്, പ്രേമപ്പാട്ടാണ്. വൈദ്യര് ഇതിങ്ങനെ പാടി കിടക്കുമ്പോ വൈദ്യരുടെ ഉമ്മ കേട്ടു. മുൻകുട്ടി എന്താ പയ്യ പാടി കിടക്കണം? പെണ്ണുങ്ങളെ പാട്ടാണ്. ഇന്നത്തെ കാലല്ല അന്ന്. ഇന്നിപ്പോ ഒരു പെണ്ണിന്റെ പാട്ട് പാടി ആ ഉമ്മ പറയും, നന്നായി പറഞ്ഞ മോനെ, എനിക്കും അത് കേൾക്കാൻ വല്ലാത്ത കൊതിയാടാ പറയും. ആ കാലത്തിലേക്ക് ഇപ്പോ ജനറേഷൻ എത്തിപ്പോയി. ബാപ്പയായാലും ഉമ്മയായാലും മക്കളായാലും എല്ലാവരും ഇപ്പൊ ഇതിന്റെ മുകളിലാണല്ലോ. ഈ നീക്കലും അറക്കലും ചുരുക്കലും അല്ലോ. ഇതുള്ള കാലം വരെ ഈ പ്രേമവും ലവും ഇവിടെ പ്രണയവും തുണിച്ചാവലും ആത്മഹത്യയും ഇവിടെ നടന്നുകൊണ്ടായിരിക്കും. അതിന് എത്ര ഉസ്താദുകാർ പറഞ്ഞൊരു കാര്യമില്ല. കാരണം ജനങ്ങളൊക്കെ തെറ്റായ മാർഗത്തിലേക്ക് പോകാനുള്ള സംഭവങ്ങൾ ഇവിടെ വളർന്നു വലുതാവുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിനൊക്കെ ലിമിറ്റ് വെക്കണം, നിയന്ത്രണം വെക്കണം. ആവശ്യമാണിതെല്ലാം. അനാവശ്യമായി മിസ്യൂസ് ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഉമ്മ പറഞ്ഞു, മോനെ അനക്ക് ഉമ്മയുടെ കുരുത്തം വേണോ? ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് മക്കൾക്കുള്ള സ്വർഗം. അനക്ക് എന്റെ കുരുത്തമാണോ ചോദിച്ചു. മോയിൻകുട്ടി വൈദ്യർ കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മാടെ കുരുത്തല്ലെങ്കിൽ എനിക്ക് ഒരു ഉപ്പയൊക്കെ ഉണ്ടാവില്ല, എന്റെ കഥ കഴിയും. നാട് മുത്തുകളുടെ പേരിൽ ഒരു മധുകൈകൾ പാടിക്കരണക്ക് അല്ലെങ്കിൽ എന്റെ കുരുത്ത് അടക്കില്ല. മോയിൻകുട്ടി വൈദ്യരോട് പറഞ്ഞ വൈദ്യര് കുടിയിലെ പറച്ചോനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്റെ ഇത് എങ്ങനെ ഇത് എവിടുന്ന് തുടങ്ങണം, എന്തിനെ പറ്റി. അപ്പോഴാണ് വൈദ്യർക്ക് ബദറിനെ പറ്റി ഓർമ്മ വന്നത്. എന്നാ പിന്നെ ബദറിനെ പറ്റി അങ്ങനെ എഴുതാൻ തീരുമാനിച്ചു. അന്ന് രാത്രി 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് മോയിൻകുട്ടി വൈദ്യര് കിടന്നു. രാത്രി എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു. എന്നിട്ടൊരു പേനെടുത്തു. അന്നത്തെ പേന ഈ പേനല്ല, കലമ പേന മശിക്കുപ്പിയിൽ മുക്കിയിട്ട് എഴുതുന്ന സാധന. അതെടുത്തു. ഒരു പേപ്പർ എടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി. എന്നിട്ട് എഴുതി എന്ത്? അഹദത്തിലെ അലിഫ് അലിഫിലെ മജമിയം അൽഫാക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അരിമാക്കലെ കുത്തുബനുദിനം ഖുർആനിൽ അലബുത്തബതി ബിസ്മില്ലാഹ്. പണ്ടത്തെ പാട്ട് ഞങ്ങളൊക്കെ പാടുക മക്കളെ. ഇതൊക്കെ നമ്മള് ഉത്താര്യമായ കാലത്താണ്. SSFന്റെ കലോത്സവവും ഇല്ല, സാഹിത്യോത്സവവും ഇല്ല, പാടാൻ വേദിയില്ല. സ്വന്തം പഠിച്ച് ഇതുപോലെ വാചല് വന്ന് ബദറും സഫലിയും കപ്പലിയും നെയ്യും ഷന്തക്കൊക്കെ പാടി സ്വയം പാടി വന്നതാണ് കേട്ടോ. പഴയ കാലത്തെ ഉസ്താദുമാരെ വാചകൾ കേട്ടാല് അന്നൊക്കെ പാട്ട് പാടുപോലെ വാചല് പാട്ടുണ്ടാവും. അതൊക്കെ നല്ല മഹത്വമുള്ള പാട്ടാണ്. ബദറാണ് അവര് പാടുക. മോയിൻകുട്ടി വൈദ്യര് ഈ വരി എഴുതി കഴിഞ്ഞ് ആ ബൈത്ത് കഴിയുമ്പോഴേക്കും ചരിത്രകാരന്മാർ പറയുന്നു, തങ്ങളെ മനാമിൽ കണ്ടു. നബി തങ്ങളുടെ അനുഗ്രഹം വെച്ചിട്ടാണ് ബദർ എഴുതിയത്. ഇന്നും മാപ്പിളപ്പാട്ടിന് ബദർ പടപ്പാട്ടിനെല്ലാം വേറെ ഒരു പാട്ട് ഇന്ന് നിലവിൽ വന്നിട്ടുണ്ടോ? വൈദ്യര് കിട്ടി, മുസ്ലിമാവിന് കിട്ടി. എത്ര ബൈത്തുണ്ടായിട്ടുള്ള കാര്യം. ബുർദ ബൈത്തിനേക്കാൾ വലിയൊരു ബൈത്ത് റസൂലുള്ളാഹിന്റെ റൗളന്റെ മുകളിൽ എഴുതി വെച്ചതേതാ? ബുർദ. എവിടെയുള്ളത്? മദീനത്ത് പോകാൻ നിൽക്കുകയാണ്.
ഈ രണ്ടു വരി അവിടെ അല്ലേ? കഴിഞ്ഞ കൊണ്ടുകൊണ്ട് ഞാൻ പോയി കണ്ടു. അത് ജനുമയാ നോക്കാറുണ്ട്. നിങ്ങൾ പോയി നോക്കി കാണാം. റൗളയുടെ മുകളിലേക്ക് വെച്ച രണ്ടു വരി ബുർദ ഏതാണ്? والحبيب الذي ترجى شفاعته لكل هول من الأهوال مقتضب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ മോളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേറെയും 6 വരി പദ്യം നബി തങ്ങളുടെ റൗളയുടെ മോളിലുണ്ട്. അത് ഞാൻ ഇവിടെ വാദിന്റെ തുടക്കത്തിൽ ചൊല്ലിയിട്ടുണ്ട് ഒരു ബൈത്ത്. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅദമുഹു ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ ഖാഉ വൽ ഖുത്ബു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. റസൂലുള്ളാഹിന്റെ റൗളന്റെ മോളിൽ ഇപ്പോഴുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ മോളിൽ ഇപ്പോഴുണ്ട്. ബുർദനേക്കാൾ വലിയൊരു ബൈത്തില്ല, ബദറിനേക്കാൾ വലിയൊരു മാപ്പിളപ്പാട്ടില്ല. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി നമ്മള് ഉറുദ മജ്‌ലിസ് ഉണ്ട്, ഖവാലി ഉണ്ട്, നാറ്റുണ്ട്, ബദറുണ്ട്. പക്ഷേ ഓവറായി പോകുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. ഞാൻ കുറ്റം പറയല്ല. ചൂണൊക്കെ മാറ്റിയിട്ട് സിനിമാ ചൂണിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ഒരു ഇമാലാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ തനതായ ശൈലി മാറ്റിയിട്ട് വേറെ ചില പാട്ടുകളോടൊക്കെ രൂപസാദൃശ്യം വെക്കുന്നത് അതതിന്റെ ഭക്തിയും ഹുദൂഉം എതിരാണ്. അപ്പൊ ബുർദൊക്കെ ചെല്ലുമ്പോ പഴയ കാലത്ത് മോനെ വായത് തുടങ്ങുന്നതിന് മുമ്പ് എന്താ ചെല്ലുക? ദഫല്ല, വേറൊന്നല്ല. എന്താ ഇല്ല ബുർദ. അത് ആരെ ചെല്ലുക? ദർശന കുട്ടികളല്ല, മൊയ്യന്മാരല്ല, നാട്ടിലെ കാരണന്മാരാ ചെല്ലുക ബുർദ. പള്ളി പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും വരും, മൗലൂദിന്റെ കിതാബ് എടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമിൻ തദക്കുരി ജി വാനിൻ ബി സലമി മാ സജ്തദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി. അന്നത്തെ കുർത്താൻ ഇന്നത്തെ ലേറ്റസ്റ്റ് വേർഷൻ ഒന്നല്ല. അപ്പൊ മറ്റു കേൾക്കണവരൊക്കെ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. അതേ ബൈത്തിൽ ഇങ്ങനെ ചൊല്ലും. ഇതൊരു 10-25 വരി ചൊല്ലിയിട്ടേ ഉസ്താദ് സ്റ്റേജിലേക്ക് വരുള്ളൂ. എന്നിട്ട് ആ വാഴ അത് നമ്മളൊക്കെ ഞാൻ 43 കൊല്ലായി മതപ്രഭാഷണ രംഗത്ത്. ഈ വയനാടിന്റെ മുക്കിലും മൂലയിലൊക്കെ എത്രയോ പതിറ്റാണ്ടായി വന്ന് പ്രസംഗിക്കലുണ്ട്. അൽഹംദുലില്ലാഹ്. അന്ന് വയത് തുടങ്ങിയ 10 മണിക്ക, നിർത്തുക 3 മണിക്ക. നല്ല ഹുശൂഓടെ വാതൊക്കെ പറഞ്ഞ് നല്ലോണം കരഞ്ഞ് നിലവിളിച്ച് തൗബ ചെയ്ത് നല്ല പാതിരാത്രി ദുആ ഇജാബത്തുള്ള സമയത്ത് കരഞ്ഞ് റബ്ബിനോട് തുഴരുന്ന് പെണ്ണുങ്ങളെ കാതിലെ ചുറ്റും കമ്മലും കയ്യിലെ വളയും ഊരിത്തന്ന് ആണുങ്ങൾ കയ്യിലുള്ള പൈസ തന്ന് നിരവധി പള്ളി മദ്രസ യതീംഖാനകൾ കെട്ടിപ്പടുത്ത് ദീനിന്റെ ശിആറുകളായി വളർത്തി വലുതാക്കിയത് പഴയ കാല ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കറകളഞ്ഞ ഈമാനിന്റെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖുശൂഅൊക്കെ പോയി. പണ്ട് കാലത്ത് നമ്മൾ 7 മണിക്ക് വാലി നമ്മുടെ ചെയ്യാം. അത് ബിദഅത്തുകാരുടെ വാലാന്നാ പറയാറ്. ഇന്നിപ്പോ നമുക്ക് 10 മണി കഴിഞ്ഞാൽ വാച്ചിപ്പത്തന്നെ നോക്കലൊടങ്ങി. 10 മണി കഴിയുമ്പോഴേക്കും നിർത്തണം. പിന്നെ വേറെയും ചില തടസ്സങ്ങളുണ്ട്. 10 മണി കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ കൂടെ ഓപ്പൺ പറഞ്ഞിട്ട് ബേജാറുണ്ടാക്കലില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ മാനിക്കുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ നിർത്താൻ നിർബന്ധിതരായി പോകുന്നുണ്ട് പല കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മൾ 7 മണിക്കൊക്കെ തുടങ്ങേണ്ടി വരുന്നത്. അല്ല, നമുക്ക് ആളെ കിട്ടാണ്ടല്ല. സുന്നത്ത് ജമാഅത്തിനാണ് ഒരു ക്ഷാമം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവില്ല. കാരണം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീൻ മുറുക്കെ പിടിക്കുന്ന ഒരു വിഭാഗം ഇവിടെ നിലനിൽക്കുമെന്ന് ഹബീബ് റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതാണ്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാ അന അലൈഹി വസ്വഹാബി. കേട്ടോ ഞാൻ പറയുന്നത് മോനെ, പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ആരാ? ഉമ്മമാരെ കേട്ടോളി. ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിതോ രക്ഷതി കൗമാര, ഭർത്തോ രക്ഷതി യൗവന, പുത്രോ രക്ഷതി വാർദ്ധക്യ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. മനു മഹർഷി എഴുതി വെച്ചതാണ്. മനുസ്മൃതി എന്നാണ് അതിന്റെ പേര്. എന്താണ് അതിന്റെ അർത്ഥം? പിതോ രക്ഷതി കൗമാരെ, ചെറുപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ പിതോ, പിതാപ്പണ്ട്. ഭർത്തോ രക്ഷതി യൗവന, നല്ല യുവതിയാകുമ്പോ പെണ്ണിനെ നോക്കാൻ ഭർത്തോ, ഭർത്താവോ. പുത്രോ രക്ഷതി വാർദ്ധക്യ, വയസ്സാകുമ്പോ പെണ്ണിനെ നോക്കാൻ പുത്രോ, മക്കളുണ്ട്. ചെറുപ്പത്തിൽ നോക്കാൻ യുവതിയാകുമ്പോ നോക്കാൻ ഭർത്താവ്, വയസ്സാകുമ്പോ നോക്കാൻ മക്കൾ. എന്നിട്ട് ഇയാൾ പറഞ്ഞു സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതിന്റെ അപ്പുറത്ത് ഒരു സ്വാതന്ത്ര്യം പെണ്ണിന് കൊടുക്കാൻ പാടില്ല. നയ പൈസയുടെ സ്വത്ത് പെണ്ണിന് കൊടുക്കാൻ പാടില്ല. പറഞ്ഞതാരാ? മനു മഹർഷി റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഒരു പെണ്ണിന് എത്ര സ്വാതന്ത്ര്യ കൊടുക്കുക? പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അദ്ദുനിയാ മതാഇ, അദ്ദുനിയാ മതാഇ. ദുനിയാവ് മുഴുവൻ മതാആണ്, വില പിടിക്കുന്ന വസ്തുക്കളാണ്. ഇതിൽ കാണുന്ന മണലും കല്ലും കരടും ഒക്കെ വിലയുള്ളതാണ്. എന്നാൽ ദുനിയാവിന്റെ വില പിടിക്കുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ഹൈറായ മതാഅ് ഏതാണെന്നറിയോ? അത് അൽ മർഅത്തു സാലിഹത്തു, സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു കേൾപ്പിച്ചു നിങ്ങൾക്ക്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രണ്ടെണ്ണം ഏതാണ്? രണ്ട് കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് പറയോ? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുനിയാവെന്ന് എനിക്ക് ഇഷ്ടമുള്ളത് രണ്ടെണ്ണേ ഉള്ളൂ. വേറൊന്നും എനിക്ക് വലിയ മഹബത്തില്ല. ബിരിയാണി, നെയ്ച്ചോറ്, മജ്ബൂസ്, തഹത്ത്, അങ്ങനെ വലിയ വലിയ ചോറുണ്ട്, വേറുള്ള ആഡംബരണ്ട് ഇവിടെ. അതൊന്നല്ല എനിക്ക് ദുനിയാവിൽ ഇഷ്ടം. രണ്ടെണ്ണമാണ്. ഒന്ന് നബി തങ്ങൾ പറഞ്ഞു, അത്വീബു, അത്വീബു, അത്തറാണ്, സുഗന്ധമാണ്. അത്തർ നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. എല്ലാ സമയത്തും അത്തർ ഉപയോഗിക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധിയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വളരെ കർക്കശമാണ്. ദിവസം 5 നേരം നബി തങ്ങൾ മിനിമം മിസ്വാക്ക്, ദിവസം 5 നേരം നബി തങ്ങൾ പല്ലിയേക്കും. അതുകൊണ്ടൊരു ഹദീസ് നോക്കിയാൽ കാണാം, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് ഐ ഇൻദ കുല്ലി വുദൂ. എന്റെ ഉമ്മത്തെ ഒരു വിഷമില്ലാതിരിക്കായിരുന്നെങ്കിൽ 5 നേരം പല്ലിയേക്കൽ ഞാൻ നിർബന്ധാക്കുമായിരുന്നു. നമ്മളെ ബ്രഷ് ദിനന്നെ കണ്ടൊരു പന്ത്രണ്ട് പോക്കറ്റിലോ വാങ്ങുമ്പോ അറബികൾ കണ്ടില്ലേ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവിടെ ആറാക്കെടുത്തിട്ട് ഇങ്ങനെ ആ സുന്നത്ത് കിട്ടാനാക്കും. നമുക്ക് നേരം കൊടുക്കുമ്പോ തന്നെ തേക്കാൻ ഒരു വട്ടം തന്നെ സമയമില്ലാതെ ഇനിയിപ്പോ 5 വട്ടം കൂടി ആക്കിയിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിർബന്ധാക്കണില്ല, ശക്തിയായ സുന്നത്താണ്. രാത്രി കിടക്കാൻ ചെല്ലുന്ന ഭാര്യ പല്ല് തേക്കണം, ഭർത്താവ് പല്ല് തേക്കണം, പ്രസംഗിക്കാൻ ചെല്ലുന്ന മുസ്ലിം പല്ല് തേക്കണം, ജനങ്ങളെ ഫോക്കസ് ചെയ്യുന്നവർ ബ്രഷ് ചെയ്യണം, അവരുടെ വായ മുടക്കാൻ പാടില്ല. നബി തങ്ങളുടെ വായ മണയെ ലോകത്ത് ഒരു മണം നബി തങ്ങൾക്കില്ല. ഒരിക്കൽ അതെന്താ ഇപ്പോഴാണ് വന്നതില്ലേ, എവിടുന്നോ സംഘടിപ്പിച്ചു. അത് വേണം, കാരണം സുന്നത്ത് കിട്ടിയല്ലോ. അല്ലാഹു തആല കുട്ടിക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, നിങ്ങൾക്കും തന്നെ. കാരണം ഒരു നന്മ ഒരുത്തൻ മറ്റുള്ളവനെ അറിയിപ്പിച്ചു കൊടുത്താൽ ചെയ്തവനും കൂടിയുണ്ട്, അറിയിപ്പിച്ചു കൊടുത്തവനും കൂലിയുണ്ട്.
ചെയ്തതിന്റെ കൂലി ഒരു ഇഞ്ച് കുറയില്ല. മറ്റൊരു കൂലി കൊടുക്കും, ഇവനും അല്ലാഹു തആല കൂലി കൊടുക്കും കേട്ടോ. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ അത്ര തേച്ചു കൊടുക്കൽ. ശൈത്താൻ ഓടും, ഇബ്ലീസ് പമ്പ കിടക്കും കേട്ടോ, ഉറക്കു പോകും. സദസ്സിന് വല്ലാത്തൊരു ബർക്കത്ത് കിട്ടും. മുത്ത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദുർഗന്ധം നബിയുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അത്ര പരമ പരിശുദ്ധ നബി തങ്ങളുടെ ശരീരം. ഒരിക്കൽ ആയിഷ ബീവി, ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടി ചരിത്രം പറഞ്ഞിട്ട് നല്ലോണം കേൾക്കണം. ആയിഷ ബീവി പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആയിഷ ബീവിക്കുണ്ട്. ആയിഷ ബീവി മാസൂമല്ല, ആയിഷ ബീവി നബിച്ചിയല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയാണ്, വലിയതാണ്, പക്ഷേ നബിച്ചിയല്ല. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ നോക്കുമ്പോൾ നബി തങ്ങള് അസർ നിസ്കാരം കഴിഞ്ഞാൽ നേരെ ഓടിനെ എടുക്കാം സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്കാണ്. നബി തങ്ങളുടെ ഒരു ഭാര്യയാണ് സഫിയ റളിയല്ലാഹു അൻഹ, മഹാത്തുൽ മുഅ്മിനത്താണ്. ഈ ആയിഷ ബീവിനെ നോക്കുമ്പോൾ എന്താ 60 വയസ്സ് കഴിഞ്ഞ ആളാണ് ആര്? സഫിയ ബീവി. ആയിഷ ബീവിക്കോ 16 അല്ലെങ്കിൽ 17 ചെറുപ്പക്കാരിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷയുടെ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരാതെ 60 വയസ്സുള്ള ഭയങ്കര വൃദ്ധയായ ആ സഫിയയുടെ വീട്ടിലേക്ക് നിസ്കാരം കഴിഞ്ഞ് നബി അങ്ങോട്ട് ഓടുകയാണ്. ആയിഷ ബീവി ചിന്തിച്ചത് എന്തിനപ്പോ പോണത്? അവിടുന്ന് പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ വന്നത് എവിടേക്കാ? ആയിഷ ബീവിയുടെ വീട്ടിലേക്കാണ്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നബിയെ നിങ്ങളെ മദീനത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ സഫിയയുടെ വീട്ടിൽ പോകാനാണ്, എന്റെ അടുത്തേക്ക് വരാതെ നിങ്ങൾ എന്താ അവിടെ കൊടുക്കണം? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ എനിക്കൊരു നല്ല സാധനം സഫിയ തരുന്നുണ്ട്. എന്താ അത് തേങ്ങ എനിക്കിഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങ ഇഷ്ടമാണ്. അത് സഫിയ എനിക്ക് എപ്പോൾ ചെല്ലുമ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഞാൻ അത് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ആയിഷ ബീവി മനസ്സിൽ വെച്ചു, ഒന്നും കൊണ്ടില്ല. പിറ്റേ ദിവസം അസംസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ തേൻ കുടിക്കാൻ പോയി. സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി തേൻ കുടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷാനെ വിളിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മൂക്കങ്ങ് പിടിച്ചു. യാ റസൂലല്ലാഹ്, അങ്ങയുടെ വായ മണക്കുന്നല്ലോ, ദുർഗന്ധമണം തങ്ങളുടെ വായ മണക്കാണ്. നാറ്റം, വല്ലാത്ത നാറ്റം. തങ്ങൾ എന്താണ് തിന്നത്, എന്താണ് കുടിച്ചത് പോയിട്ട്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് മറുപടിയായി നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല, സാധാരണ ചെയ്യുന്ന പോലെ സഫിയാന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് തേൻ കുടിച്ചതാണ്. ആ തേനിൽ വല്ലാത്ത വൃത്തികെട്ട മണാണ് നബിയെ. ആയിഷ ബീവി ഒക്കെ ആക്കിയതാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ സഫിയാടെ വീട്ടിൽ പോയി തേൻ കുടിക്കില്ല. ഇതങ്ങ് പറഞ്ഞപ്പോഴാണ് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഓതിക്കൊടുത്തു, നബിയെ അങ്ങനെ പറയണ്ട, ആയിഷ നിങ്ങളെ മക്കാറാക്കിയതാണ്. യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, എന്തിനാ നബിയെ അല്ലാഹു തആല നിങ്ങൾക്ക് ഹലാലാക്കിയത് ഭാര്യമാരുടെ പൊരുത്തത്തിന് വേണ്ടി എന്തിനാ ഹറാമാക്കുന്നത്? അതുകൊണ്ട് ആയിഷ പറ, ഞാൻ തേനാണ് കുടിച്ചത്, ദുർഗന്ധവാസനല്ല, തങ്ങളെ മണക്കൂല, തങ്ങൾ അത്തറാണ്, സുഗന്ധമാണ്. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹുസ് സുദൂർ. സൗന്ദര്യം കൊണ്ട്
നിൽക്കുന്ന നബിയാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അബദ്ധം പറഞ്ഞു പോയതാണ്. തങ്ങൾ എന്നോട് പിണങ്ങരുത് കേട്ടോ, തങ്ങൾ എന്നോട് വിഷമിക്കരുത് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലാണ് ലോകം കണ്ട ഏറ്റവും വൃത്തിയുള്ള ആള്. വൃത്തി ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഡെയിലി 5 നേരം മിനിമം പല്ല് തേക്കും, നബിതങ്ങൾ ദിവസം കുളിക്കും, നബിതങ്ങൾ വൃത്തിയുള്ള വസ്ത്രമേ ധരിക്കൂ, നബിതങ്ങൾ എപ്പോഴും അത്ര ഉപയോഗിക്കൂ, നബിതങ്ങൾ നല്ല സുന്ദരനായി നടക്കൂ. നമ്മളും ഉള്ളത് തിരുമ്പി ഒളിപ്പിച്ച് നല്ല കൂട്ടപ്പന്മാരായിട്ട് നടക്കണം കേട്ടോ. ഒരു കന്തൂരേ ഉള്ളൂ, അത് ഡെയിലി അടച്ച് എന്നിട്ട് ഇസ്തിരി ഇടും. ആൾക്കാർ കാണുമ്പോ എന്നും വെള്ളപ്പം, ഞാൻ ഇന്നും വെള്ളയിട്ട് എന്തെങ്കിലും വെള്ളയിട്ട് കുറെ ഉണ്ട്, ആകെ 2 എണ്ണം ഉണ്ടാവുള്ളൂ. കളർതായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. ഞാന് 12 കൊല്ലം കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോസി ജുഡീഷ്യറി ഒരു കോടതിയാണ്. ആ കോടതിയിൽ ഒരു ജഡ്ജിയുടെ സ്റ്റാറ്റസിലാണ് 12 കൊല്ലം. ചീഫ് സെക്രട്ടറിയുടെ ദർജയാണ് എനിക്ക് ഗവൺമെന്റ് തന്നിരുന്നത്. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, പോലീസില് DGP ആണ് ഏറ്റവും വലിയ, 5 മീതാണ് ചീഫ് സെക്രട്ടറി. അത്രയും സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും വലിയൊരു പോസ്റ്റില് ഞാൻ ഇരുന്നു. ഒരിക്കൽ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഒരു സിറ്റിംഗ് നടക്കുക. ഞാനുണ്ട്, എന്റെ ചെയർമാൻ ജസ്റ്റിസ് ശിവരാജൻ, ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹം. ലോ സെക്രട്ടറി, ഗവൺമെന്റിന്റെ ലോ സെക്രട്ടറി, ഒരു IAS കാരനാണ് അദ്ദേഹം. ഞങ്ങൾ 3 ആളാണ് കേസ് വെക്കുന്നത്. അപ്പൊ അവിടെ കേരള ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ പേര് ഞാൻ പറയില്ല, അപ്പൊ അദ്ദേഹം അദ്ദേഹം അവിടെ വന്നു. ഞങ്ങളുടെ സിറ്റിംഗ് നോക്കുമ്പോ ഈ തലയെ കെട്ടും, ഈ കന്തൂറി, ഈ വെള്ളക്കുപ്പായി ഇട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്ത് സൂട്ടും ഫെയിന്റും ടൈയും ഒക്കെ കെട്ടിയിട്ട് ശിവരാജൻ സാർ എന്റെ തൊട്ടടുത്ത്. ഇപ്പുറത്ത് IAS ലോ സെക്രട്ടറി, വലിയ പോസ്റ്റിരിക്കുന്ന ആളാണ് ഇപ്പുറത്ത്. അതിന്റെ നട്ട ഞാൻ സിറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഈ ജഡ്ജിയുടെ റൂമിലേക്ക് ഞാനും ശിവരാജൻ സാറും കൂടി പോയി. ശിവരാജൻ സാർ പറഞ്ഞു, സഖാഫി വാ, ജഡ്ജി അവിടെ ഉണ്ട്, ഹൈക്കോടതി ജഡ്ജി, ഒന്ന് പരിചയപ്പെടുത്തി തരാമോ. അവ ചെന്നപ്പോ അങ്ങനെ വലിയ റെസ്പെക്ടോടെ ഇരിക്കാനൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്താ പേര്? ഞാൻ മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി. ഉടനെ ശിവരാജൻ സാർ പറഞ്ഞു, അറിയില്ലേ, വലിയ പ്രഭാഷകനാണ്, ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതൊക്കെ അറിയാം, നിങ്ങളുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. എന്താ സാറേ? നിങ്ങൾക്ക് ഇപ്പൊ എത്ര ലക്ഷം രൂപ ശമ്പളം ചോദിച്ചു? അന്ന് ചീഫ് സെക്രട്ടറി ശമ്പളം 2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് കാറുണ്ട്, ഡ്രൈവറുണ്ട്, പോലീസിന്റെ അകമ്പടി ഉണ്ട്, നീല ബീക്കൻ ലൈറ്റ് ഉണ്ട്, പിന്നെ TAD ഉണ്ട്, അങ്ങനെ കുറെ ആനുകൂല്യങ്ങൾ കുറെ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു പോയെന്ന് പറയണ്ടല്ലോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവരാകാശ നിയമപ്രകാരം തിരുവനന്തപുരത്ത് എഴുതി ചോദിച്ചാൽ എന്തൊക്കെ മേടിക്കുന്ന ആ കിട്ടും. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലാലും കിട്ടും, പിന്നെ പറയാതെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടില്ല. എന്നിട്ടാണ് ഈ മലപ്പുറം കാക്കാട് ഒരു കുപ്പായി ഒരു വയനാട് തലയെക്കെട്ടും കിട്ടി അവിടെ വന്നിരിക്കുന്നത്. ഒരു പേരും ഒരു ഷർട്ടും ഒരു ടൈയും ഒക്കെ ഇട്ടിട്ട് ഇതിപ്പോഴല്ലേ പറ്റുള്ള മുസ്ലിം ഇറങ്ങിക്കൂടെ വന്ന് ഈ ശിവരാജൻ വന്നിരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ജെന്റിൽമാൻ ലുക്കിൽ വന്നിരുന്നൂടെ? ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നില്ലേ? കാറില്ലേ, ഡ്രൈവറില്ലേ, പോലീസില്ലേ, അകമ്പടിയില്ലേ, ബീക്കൻ ലൈറ്റില്ലേ, TAD ഇല്ലേ, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു, സാർ 15 കൊല്ലം ദർസിലും കോളേജിലും പഠിച്ചിട്ടാണ് ഞാൻ മൗലവി ഫാദിൽ സഖാഫി എന്ന ഡിഗ്രി കിട്ടിയത്. സാർ ഇത് ഏറിക്കോ ഞാൻ 3 കൊല്ലം ഒരു അപ്പോയിന്റ്മെന്റ്, 3 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 12 കൊല്ലം എനിക്ക് മാറി 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 വന്ന സർക്കാരുകൾ തന്നു. LDF സർക്കാർ 9 കൊല്ലം, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ 3 കൊല്ലം എനിക്ക് തന്നു. അങ്ങനെയാണ് 12 കൊല്ലം ഞാൻ അവിടെ ഇരുന്നു. UDF-ഉം LDF-ഉം എനിക്ക് തന്നു, 2 കൂട്ടരും എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ 12 കൊല്ലം ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇത് 12-10 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ റിട്ടയർഡ് ആവും. നാളെ എന്റെ പേര് എവിടെയെങ്കിലും എഴുതുമ്പോൾ മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി, റിട്ടയർഡ് മെമ്പർ, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് എഴുതി വെക്കും. സാർ ഞാൻ നാളെ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കിയാൽ മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെക്കുന്നത് മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി, റിട്ടയർഡ് സഖാഫി എന്ന് എഴുതില്ല സാർ. ഞാൻ മരിച്ചാലും സഖാഫിയാണ് സാർ. നാളെ മത്സരം പോയാലും റിട്ടയർഡ് സഖാഫിയല്ല, സഖാഫിയാണ് സാർ. പക്ഷേ ഞാൻ
12 കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർഡ് മെമ്പറായില്ലേ സാർ? അതിനുവേണ്ടി ഈ വസ്ത്രം ഊരിയിട്ട് ട്രൗസർ കുപ്പായി കയറ്റണോ? അപ്പൊ എന്നോട് പറഞ്ഞു, മിസ്റ്റർ സക്കാഫി, നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം നിങ്ങൾ പറഞ്ഞത് ആശയം. കാരണം നൈമിഷിക കാര്യത്തിന് വേണ്ടി പാരമ്പര്യം ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. ഇത് ഞാൻ എല്ലാ മുത്തഅല്ലിമീങ്ങളോട് എപ്പോഴും എവിടെ പോകുമ്പോഴും പറയാറുണ്ട്. ഏത് ഉന്നത രംഗത്ത് പോയാലും നമ്മുടെ തലയെക്കെട്ടി, നമ്മുടെ താടി, നമ്മുടെ ഈ വെള്ള വസ്ത്രം ആരുടെ മുമ്പിലും അടിയറ വെക്കണ്ട. മൗലാന മുഹമ്മദ് അലി ജൗഹർ ജോർജ് അഞ്ചാമന്റെ മുമ്പിൽ പോയി വിളിച്ചു പറഞ്ഞു, സർ, മിസ്റ്റർ ജോർജ്, the first and last warning, I want to go back to my country. If I can go back to the substance of freedom in my hand. പിറന്ന നാടായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ ലണ്ടനിലെ വൈക്കിംഗ് കൊട്ടാരത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പോകില്ല. ഒന്നിരിക്കൽ മരിച്ച് കബറടക്കാൻ ലണ്ടനിൽ 6 അടി മണ്ണ് വേണം. സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്ത് എന്റെ മയ്യത്ത് കബറടക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് വിളിച്ചു പറഞ്ഞ മൗലാന മുഹമ്മദ് അലി തൊപ്പി വെച്ചിട്ടുണ്ട്, താടി വെച്ചിട്ടുണ്ട്, നെരിയാനയുടെ മോളിലാ പേന്റ്. അപ്പോഴാണ് ജോർജ് അഞ്ചാമൻ പറഞ്ഞത്, മിസ്റ്റർ മുഹമ്മദ് അലി, നിങ്ങൾ എന്തോ ഒരു കാക്കയാണോ? ഒരു തൊപ്പി, ഒരു താടി, പിന്നെ ഒരു ഉയർന്ന വസ്ത്രവും. ഇയാളാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നത്? അപ്പോഴാണ് മൗലാന മുഹമ്മദ് അലി ഗർജിച്ചത്. അപ്പോഴാണ് ജോർജ് അഞ്ചാമൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ദേശം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആദർശം ആരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടതില്ല. കാരണം റഹ്മത്തുൽ ആലമീൻ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ, അതിൽ ഒരു അപാകതയുമില്ലാതെ റസൂലിന്റെ മാതൃകയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഏത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. ലോകത്ത് ഒരു മതം ഇങ്ങനെ ഉണ്ടോ? നിങ്ങൾക്ക് തിന്നണമെങ്കിൽ വേണം, ഇരിക്കണമെങ്കിൽ വേണം. മോനെ പ്ലീസ്, ഈ കസേരയുടെ മുകളിൽ ഇരിക്കാൻ ഒരു ലോൺ നിയമം. എങ്ങനെയെങ്കിലും അതിന് വന്നിട്ട് ഒരു കാലും കയറ്റി മാർത്താണ്ഡ ഓർമ്മ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല. മാർത്താണ്ഡ ഓർമ്മ അറിയില്ല. അങ്ങനെ ഒന്നും പാഠപുസ്തകത്തിന് പണ്ട് ഒരാളുണ്ടാവും, ഒരു കാലും കയറ്റി വാളം പിടിച്ചിരിക്കുന്ന ഒരു രാജാവ്, മാർത്താണ്ഡവർമ്മ എന്നാണ് അയാളുടെ പേര്. അതുപോലെ ഒരു ഒരു അധ്യാപകന്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കണം? 10 കിതാബ് ഓതുന്ന കുട്ടികളല്ലേ എങ്ങനെ? മുത്തമജ്ജിദ് ഓതുന്നില്ലേ? അതിന് മുതൽ മിഷ്കാത്ത് മുതൽ ബുഖാരി മുതൽ മുസ്ലിം മുതൽ സിഹാഹു സിത്ത വരെയുള്ള എല്ലാ ഹദീസിന്റെ കിതാബുകളും രേഖപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ കയറി വന്നു. വഖാല അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട് സലാം ചൊല്ലി. അയാൾ വന്ന് നബി തങ്ങളുടെ ഹദറത്തിൽ വന്ന് സലാം ചൊല്ലിയിട്ട് അയാൾ നബി തങ്ങളുടെ ഹദറത്തിൽ ഇരുന്ന ഇരുത്തം അയാളുടെ മുട്ടുകാല് നബി തങ്ങളുടെ മുട്ടുകാലിലേക്ക് ചേർത്തി വെച്ചു. അയാളുടെ 2 കയ്യ് അയാളുടെ മുട്ടുകാലിന്റെ മുകളിൽ പരത്തി വെച്ചു. നമ്മൾ അത്തഹിയ്യാത്തിരിക്കണ ഇരുത്തമിരുന്നിട്ട് തല കുറച്ച് കുണിച്ച് താത്തിയിട്ട് തങ്ങളുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു, യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇഖാമുസ് സ്വലാ വ ഇതാഉ സക്കാ വ സൗമു റമദാൻ വ ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. 5 കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സത്യം പറഞ്ഞു. രണ്ടാമത് അയാൾ ചോദിച്ചു, യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ കാര്യം പറഞ്ഞു തരുമോ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സുബ്ഹാന ജല്ല ജലാലു വൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി എന്നിങ്ങനെ തുടങ്ങി വല്യോനിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. 6 കാര്യം ഈമാൻ കാര്യം, 5 കാര്യം ഇസ്ലാം കാര്യം. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തപ്പോ
ആ വന്ന വ്യക്തി പിന്നെയും കുറെ ചോദ്യം ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, മത്തസാഅത്തു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്ടാകുക? അപ്പോ റഹ്മത്തുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു, ചോദിക്കപ്പെടുന്ന നിങ്ങളെക്കാൾ ചോദിക്കപ്പെടുന്ന എനിക്ക് ആ കാര്യത്തിൽ വിവരമില്ല. സഹാബത്ത് വിചാരിച്ചു, എന്തിനപ്പോ അങ്ങനെ മറുപടി പറഞ്ഞു? ആർക്കൊന്നും മനസ്സിലായില്ല. വേറെയും കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ വ്യക്തി ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ നിന്ന് തിരിച്ചുപോയി. പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമറേ, ആ വന്ന വ്യക്തി ആരാ നിങ്ങൾക്ക് അറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞങ്ങൾ മദീനയിൽ കണ്ടിട്ടില്ല, മക്കത്തും കണ്ടിട്ടില്ല, അറബിയിലും കണ്ടിട്ടില്ല. അയാൾ മുസാഫിറല്ല, യാത്രയുടെ അടയാളവും അയാളുടെ വസ്ത്രത്തിലും മുഖത്തും കാണാനില്ല. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, ആ വന്ന ആള് മനുഷ്യനല്ല, സാക്ഷാൽ മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് വന്നത്. മലക്ക് മനുഷ്യന്റെ കോലത്തിൽ വന്നതാണ്. ജിബ്രീലിന് ഈമാൻ കാര്യം അറിയില്ലാഞ്ഞിട്ടല്ല, ജിബ്രീലിന് ഇസ്ലാം കാര്യം അറിയില്ലാഞ്ഞിട്ടല്ല, ജിബ്രീലിന് ഖിയാമത്ത് നാൾ അറിവില്ലാഞ്ഞിട്ടല്ല, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വന്നതാണ് കേട്ടോ. ഞാനിത് പറയാനുള്ള കാരണം, ഒരു സ്റ്റുഡന്റ്, ഒരു മുത്തഅല്ലിമ്, ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ മുത്തഅല്ലിമാണ്. അത് വയസ്സുള്ളവനും വയസ്സില്ലാത്തവനും മുത്തഅല്ലിമിന് ഏജ് ലിമിറ്റില്ല. മുത്തഅല്ലിമിന് ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ. ആണായാലും പെണ്ണായാലും ഇൽമു പഠിക്കുന്ന വിഷയത്തില് ഇൽമു പഠിക്കുക എന്നുള്ളത് ആണിന്റെ പെണ്ണിന്റെ മേൽ നിർബന്ധം. അതുകൊണ്ടാണ് വാതിൽ വരാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളോട് പള്ളിക്കർക്ക് വരണ്ടാറുണ്ട്, എന്തിന്? നിസ്കരിക്കാം. പള്ളിയിൽ വരണ്ടെന്നല്ല, പള്ളി കാണാൻ വരാം, പള്ളി സന്ദർശിക്കാൻ വരാം. പെണ്ണ് പള്ളിയിലേക്ക് വരാനേ പാടില്ല, അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. പെണ്ണിന് ജമാഅത്തിന് പള്ളിയിൽ വരണ്ട, ജുമുഅക്ക് പള്ളിയിൽ വരണ്ട, പെരുന്നാൾ നിസ്കരിക്കാനും പള്ളിയിൽ വരണ്ട. അപ്പൊ ചോദിക്കും, ഉസ്താദെ, നിങ്ങളല്ലേ അങ്ങനെ ഇത്രയും വലിയ കൂലി കിട്ടുന്ന പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞ നിങ്ങള് രാത്രി 12 മണി വരെ ഇവിടെ ഈ പെണ്ണുങ്ങളെ ഈ ഇപ്പുറത്ത് കൊടുന്ന ഷെഡിന്റെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഇവിടെ ഇരുത്തി വയല് പറയുമ്പോ ഇതൊക്കെ ഈ ജമാഅത്തിന് ഒരു 10 വ്യത്യാസം വരുന്നത് ഇപ്പൊ അത് വലിയ പ്രശ്നം. പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ എവിടെ പോണുണ്ട്? ഹജ്ജിന് പോണില്ലേ? മക്കത്തെ പള്ളി പോണില്ലേ? കഅബ തവാഫ് ചെയ്യണില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. എന്നാ പള്ളിയിൽ വരണ്ടെന്ന് പറയാനുള്ള കാരണം അത് പെണ്ണിനൊരു ബുദ്ധിമുട്ടാവും. 4:55 5 മണിക്കാണ് ഇപ്പൊ സുബഹി ബാങ്ക് കൊടുക്കുന്നത്. ജമാഅത്തിന് 4 കുട്ടികളുടെ പെണ്ണാണെങ്കിൽ ഒന്നിന് തോളിൽ ഒന്നിനെ കയ്യിൽ ഒന്നിന് അന്യത്തും വെച്ച് ജമാഅത്തിന് വന്ന് എന്താവും? പള്ളി ചിൽഡ്രൻസ് പാർക്കായി മാറും. പിന്നെ മംഗലാപുരത്ത് മുടിപ്പ് എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ അവിടെ സലാത്തു താജ് ഇജാദത്ത് കൊടുത്ത് അവിടെ ഹൽക്ക നടക്കുന്നുണ്ട്. 28 കൊല്ലം മുമ്പേ അവിടെ വന്നത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ മറക്കാത്ത നാടാണ് കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരത്തെ തെക്കോട്ടിൽ നിന്ന് അങ്ങോട്ട് പോണ റോട്ടിലാണ് മുടിപ്പ് എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്നത്. എനിക്ക് മറക്കാൻ പറ്റൂല. നിരവധി തവണ ഞാൻ അവിടെ നസീഹത്തിന് വഅദിന് വേണ്ടി പോയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തു താജ് നടത്തുന്നുണ്ട്. അല്ലാഹു തആല വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ടില്ല. നിങ്ങളുടെ മോനെ ഇവിടെ പഠിക്കുന്ന ആളാ? അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ പഠിക്കുക. അല്ലാഹു തആല ആ മകനും ഇവിടെ പഠിക്കുന്ന സകല മുതഅല്ലിമീങ്ങളെയും അല്ലാഹുവേ നാഫിയായ ഇൽമു കൊണ്ട് നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ഉഖറവിയായ ആലിമീങ്ങളിലാക്കണം അല്ലാഹ്. ഇവിടുത്തെ ഉസ്താദുമാരൊക്കെ ഞങ്ങളെയും ഉഖറവിയായ ആലിമീങ്ങളാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഇൽമു നാഫിയായ ഇൽമാക്കണം അല്ലാഹ്. നിന്റെ ഔലിയാക്കൾ, അംബിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങളോടുകൂടെ ഞങ്ങളെയും അവരെയും നീ ചേർക്കണേ അല്ലാഹ്. ലാസ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയാണ്, ഇസ്ലാം സമഗ്രമായൊരു മതമാണ്. ഇസ്ലാം പൂർണ്ണമായൊരു മതമാണ്. ഒരാൾ എങ്ങനെ ഇരിക്കണം എന്ന് പോവുകയാണ്. തൽക്കാലം പോകാനുള്ള സമ്മതം കൊടുക്കുന്നുണ്ട്, സമ്മതം തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും സമ്മതം ചെയ്യാൻ ഇസ്ലാമിൽ ഇല്ലാത്തൊരു നിയമമില്ല. എങ്ങനെ ഇരിക്കണം നിയമമുണ്ട്.
എങ്ങനെ ചിരിക്കാവൂ? ഇപ്പൊ നമ്മളെങ്ങനെ ചിരിക്കണേ? ഒരു സന്തോഷം വന്നാൽ ചിലര് ഒളിച്ചിട്ടിരിക്കുന്നു. പിന്നെ അപ്പുറത്തും ഇരിക്കാൻ പറ്റില്ല. വായനയുടെ 32 അല്ല 44 വരും പുറത്ത് കാണും. നാവും അണ്ണാവും അതിന്റെ ഉള്ളിലുള്ള ചെറുനാക്കും പുറത്ത് കാണും. അമ്മ അതിന് ചിരിക്കുന്ന ആൾക്കാർ, പൊട്ടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. നബി തങ്ങൾ പുഞ്ചിരിക്കാറുള്ളൂ. നബി തങ്ങളുടെ മുൻപല്ലിന്റെ വെളുപ്പ് നിറം കാണുന്ന രൂപത്തിൽ നബി തങ്ങൾ ചിരിക്കാറുള്ളൂ എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. അപ്പൊ ചിരിക്കാൻ അങ്ങനെ പാടുള്ളൂ കേട്ടോ. എത്ര സന്തോഷം! 10,000 കോടി കിട്ടിയെന്ന് പറഞ്ഞാലോ നെഞ്ഞത്ത് കയ്യപ്പ കിട്ടിയോ? എന്തില്ല, അപ്പൊ മുൻപല്ലിന്റെ വെളുപ്പ് എന്ന രൂപത്തിൽ ചിരിക്കലാണ് നബി തങ്ങളുടെ ശൈലി. കരയലോ വാപ്പ മരിച്ച കരയിലെ, ഉമ്മ മരിച്ച കരയിലെ, മകൻ മരിച്ചാൽ കരയൂലെ. നബി തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. മാരിയത്തുൽ ഖുദ്സിയ എന്ന ഭാര്യയിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം. ആ കുട്ടി മരിച്ചു. നബി തങ്ങൾ ആ കുട്ടിയുടെ മയ്യത്തങ്ങ് ഖബറിൽ വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങി താടി രോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് മയ്യത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീഴാണ്. തങ്ങൾ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, തങ്ങളെ കരയാൻ പാടുണ്ടോ? തങ്ങളല്ലാഹുവിന്റെ റസൂലിനെ കരയാൻ പാടുണ്ടോ? ആ സമയത്ത് തങ്ങളെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, കണ്ണുനീർ അല്ലാഹുവിന്റെ റഹ്മത്താണ്, കണ്ണുനീർ അല്ലാഹു തരുന്ന അനുഗ്രഹമാണ്. പൊട്ടിക്കരയാൻ പാടില്ല, നെഞ്ചത്തടിച്ച് കരയാൻ പാടില്ല, വസ്ത്രം വലിച്ച് ചീന്തി കരയാൻ പാടില്ല. ഏത് വിഷമം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും കരച്ചലിന് മര്യാദ വേണം. ഏത് സന്തോഷം വന്നാലും ചിരിക്കുന്നതിന് മര്യാദ വേണം. അപ്പൊ എങ്ങനെ കരയണം, എങ്ങനെ ചിരിക്കണം? ഇനി നോക്ക്, എങ്ങനെ തിന്നണം? ലോകത്ത് ഒരു മതത്തിന് നിയമമുണ്ടോ എങ്ങനെ തിന്നണം? എല്ലാവരും കിട്ടിയാ പിന്നെ നിയമം നോക്കല, ഒരൊറ്റ കാച്ചങ്ങനെ കാച്ചല്ലാതെ. ഇസ്ലാമിന് നിയമമുണ്ട്. നിന്റെ വയറിന്റെ 1/3 ഭാഗേ നീ തിന്നാൻ പാടുള്ളൂ. ചിക്കനായാലും മട്ടനായാലും ബീഫായാലും മന്തിയായാലും കുഴിമന്തിയായാലും ഇനി വേറെന്തൊക്കെയായാലും വയറിന്റെ 1/3 ഭാഗം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം ഫ്രീ. ഇതാണ് ഭക്ഷണത്തിന്റെ കാൽക്കുലേഷൻ. എന്ത് തിന്നാലും അത്ര തിന്നാൻ പാടുള്ളൂ. കുട്ടികളിന്റെ മുഖത്ത് വെക്കുക, പടച്ചോനെ മുജാഹിമീങ്ങള് ഇവിടെ ചെലവില്ല. അതുകൊണ്ട് അവര് ഇതെങ്ങാനും ചെലവൂട്ടേര് കേട്ടാ പറയില്ല. എന്നാലും ഉസ്താദ് അല്ല പറഞ്ഞിട്ടില്ലേ, ഒരു കഷ്ണം തിന്നാ മതി. പറഞ്ഞിട്ടല്ല കേട്ടോ. നമ്മളൊക്കെ ഈ കാണുന്ന തടി, ഞാൻ മുജാഹിമായ കാലത്ത് യൂട്യൂബർമാർക്ക് സാധ്യതയായിരുന്നു. നാട്ടുകാരുടെ ഭക്ഷണം തിന്നിട്ട് തന്നെ എങ്ങനെ ആയത് പറയ്ക്കൊരു മടിയില്ല. നല്ലോണം തിന്നാനും തന്നിട്ടുണ്ട്, നല്ലോണം തിന്നിട്ടുണ്ട്. ഞാൻ പരമദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ജനിക്കുമ്പോൾ വീടില്ല. ഒരു ഓല ചെറ്റ ചാരി വെച്ച കുടിലാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. ഒരു നിത്യവൃത്തിക്ക് ഒരു വരുമാനമില്ലാതെ അന്യവരുടെ വീട്ടിൽ പണിക്ക് പോയിട്ട് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടെന്ന് അത് തിളപ്പിച്ചിട്ട് ആ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നിരുന്നത്. സുബ്ഹാനല്ലാഹ്. എൻ്റെ ഉമ്മ ഇപ്പൊക്കെ മരിച്ചുപോയി. അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ആ സ്ഥിതിയിൽ നിന്ന് അല്ലാഹു തആല എനിക്ക് തന്ന നിഅമത്ത്, ഞാനത് റബ്ബിക് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലമതനി മിൻ തഹ്വീലിൽ അഹാദീസ് ഫാത്തിർ അസ്സമാവാതി വൽ അർദ്. യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്ത പോലെ നമ്മളൊക്കെ ആയിരല്ല കോടിക്കണക്കിന് വട്ടം അല്ലാഹുവിന് നന്ദി ചെയ്താലും തീരാത്ത അത്ര നിഅമത്താണ് റബ്ബൊക്കെ നമുക്ക് തന്നത്. അപ്പൊ ഞാനൊരു മുജാഹിദുമായി ഓതാൻ പോയപ്പോഴാണ് എനിക്ക് ചോറിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ രാത്രിയും തന്നെയാണ്, ഉച്ചക്കും തന്നെയാണ്. നേരം വെളുക്കുമ്പോൾ ചായക്ക് കടിയില്ല, ഉണ്ടാക്കാൻ വകുപ്പില്ല. ഒരു ശർക്കര ഇട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ചായ ഉണ്ട്. അതിന് പഞ്ചസാര ഒന്നും മേടിക്കാൻ താക്കത്തില്ല. ശർക്കര അത് ഇന്നത്തെ ശർക്കര അല്ല, കരിപ്പെട്ടി എന്ന് പറഞ്ഞ കറുത്ത കളറുള്ള ഒരു ശർക്കര ഉണ്ട്. അതങ്ങനെ ചായ അച്ചാ നല്ല കറുത്ത കളറാവും, അതാ കുടിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ആദ്യകാലം. ഇന്നിപ്പോ മുത്താലിമീങ്ങൾക്ക് 3 നേരം ഫുഡ്, DA
കിടക്കാൻ കട്ടില്. നമ്മള് പള്ളിയിൽ ഓതാൻ പോയ സമയത്ത് പള്ളിയിലെ പായില്ല, നിലത്ത് സിമെന്റ് ആണെന്ന്, ടൈൽസ് ഇല്ല, മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, കാർപ്പറ്റ് ഇല്ല, ഒന്നുമില്ല. ആ ടൈൽസ് ഇല്ല, ആ മണ്ണിൽ കെടുക്കാണ്. തലേണല്ല, കൈ തലച്ചു കുടിച്ച് കിടന്നുറങ്ങാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. നമ്മളൊക്കെ എത്ര ത്യാഗം ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദ് സുബ്ഹാനല്ലാഹ് ശൈഖുനാ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. റഈസുൽ ഉലമായി സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന താജുൽ ഉലമ ഉള്ളാർ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചിട്ടാണ് ഇൽമിന്റെ വഴി സഞ്ചരിച്ചിട്ട് അവരൊക്കെ വലിയ ദറജയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ത്യാഗത്തിലൂടെ വന്നവരെ വിജയമുള്ളൂ. ഞെരുക്കത്തോടെയാണ് വിജയം എടുക്കുന്നത്. അവരൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ നിങ്ങൾക്ക് ചെലവ് വരുന്ന മക്കൾ, കുടുംബക്കാരൊക്കെ വലിയ ഭാഗ്യ. ചെലവ് കൊടുക്കുന്ന മക്കൾ മുതാലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവർ പരാജയപ്പെടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ചരിത്രമാണ്. ഞാൻ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത ഒരു മഹലാണ് പന്നിത്തടം. ഇന്ന് അവിടെ വലിയ പള്ളിയുണ്ട്, നല്ല ദർശനമുണ്ട്, അക്കാലത്തും അവിടെ ദർശനമുണ്ട്. എന്നെ അന്ന് പഠിപ്പിച്ചിരുന്ന ഉസ്താദ് മരിച്ചുപോയി. കൊപ്പ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹ്റൈനിലും ഉസ്താദിന്റെ സാത്തീത് ഓക്കെ ഉസ്താദിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ വലിയ സുന്നിയായ സൂഫിയായ അൽഹാജി എ കെ അബൂബക്കർ മുസ്ലിയാർ ബാക്കലി ഉസ്താദാണ്. അറിയപ്പെടുന്ന ആളല്ല, പക്ഷേ ഭയങ്കര തസവുഫ സൂഫിയ വിലായത്തിന്റെ മഖാമിലെത്തിയ മഹാനാണ്. പഠിത്താണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ഇരിക്കുന്നതാണ് ഞാൻ ഓതി പഠിച്ചത് 6 കൊല്ലം. സുബ്ഹാനല്ലാഹ്. അന്ന് അവിടെ ഞാൻ ഓതാൻ ചെന്നപ്പോ അന്ന് 60 കുട്ടികളുണ്ടാകും. ഓരോ വീട്ടിലാണ് ചെലവ്. പള്ളിയിലെ മുഅദ്ദിനെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, മോമാലി മുസ്ലിയാർക്ക്, അത് മൊയ്യാരാ സക്കാഫി ആയിട്ടില്ലല്ലോ, മോമാലി മുസ്ലിയാർക്ക് എവിടെങ്കിലും ഒരു ചെലവുണ്ടാക്കി കൊടുത്തിട്ടോ മുക്രിക്കാന്ന്. ആ നാട്ടിലെ 100 ചില്ലാനം വീട്ടില് അസറിസ്കരിച്ച മുസ്ലിക്കന്റെ കയ്യേറ്റ് കൊണ്ടുപോകും. അതേ, ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ പറ്റുമോ? അന്ന് ഞാൻ അത്ര ഉയരണ്ട്, കാട്ടിത്തറില്ല, നല്ല ഉയരണ്ട്. അപ്പൊ അവരൊക്കെ ഗൾഫുകാരാണ്. ആണുങ്ങൾ ശക്തിയില്ല, ഒക്കെ ഗൾഫില്ല. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾ ജനാന്റെ വന്നു നോക്കുമ്പോ ഒരു പെരുത്ത മനുഷ്യനെ കൊണ്ടാ പങ്കെടുക്കണം മുക്കരിക്കാം. മൊയ്യര് കുട്ടി എന്നൊക്കെ പറഞ്ഞു. ഇത് മൊയ്യര് കുട്ടി എന്നല്ല, ഭാഗ്യ മൊയ്യരോ. ആ പെണ്ണുങ്ങൾ പറയും, ഇവിടെ ആണുങ്ങൾ ഇല്ലാത്ത വീടാണ്, ഇവിടെ പറ്റില്ലാട്ടോ. അങ്ങനെ ആ നാട്ടിലെ ഒട്ടുമിക്ക വീട്ടിൽ എന്നെ കൊണ്ടുപോയി ചെലവില്ല. ആ ഉസ്താദ് വിഷമിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നാൽ ഈ ചെലവില്ലാച്ചിട്ട് ഓതാതിരിക്കണ്ട, എനിക്ക് കൊണ്ടുവരുന്ന ചോറിൽ ഇയ്യാൻ വേണ്ടി ചേർന്നോ, അനക്ക് ഞമ്മക്ക് രണ്ടാൾക്കും കൂടി ഷെയറാക്കാന്ന് പറഞ്ഞു. അല്ലാഹ്, ഉസ്താദിന്റെ കൂടെ ചോറിനാകുമ്പോ ഞമ്മക്ക് വയറിയണോ? ഉസ്താദിന്റെ കൂടെ അതവ് കാണിക്കണ്ടേ? ഞമ്മക്കന്ന് നല്ലോണം തിന്നേണ്ട പ്രായം. ഉസ്താദിന് അന്നേരം 19 വയസ്സ്, എനിക്കന്നൊരു 20, 18, 19 വയസ്സാ. നല്ലോണം തിന്നേണ്ട പ്രായം. ഒരു കയ്യിൽ ചോറും 2 പത്തിരിയൊക്കെ തിന്നാൽ നമുക്ക് പള്ളിയകത്ത് കൊതുവായി എന്ന് പറയുന്ന പോലെ അല്ലാതെ മറ്റൊന്നുണ്ടാവുമോ? അപ്പൊ ഞാൻ തോറ്റപ്പ മുക്കരിക്കാനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്ക് ഉസ്താദിന്റെ കൂടെ ചെലവിന് പറ്റില്ല, എനിക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ ചെലവാക്കി തരുക. അപ്പൊ ആ മുക്കരിക്ക പറഞ്ഞു, ഇനി ഇവിടെ വീടില്ല, എല്ലായിടത്തും നിങ്ങളെ കൊണ്ടുപോയി ആർക്കും നിങ്ങളെ വേണ്ട, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒരു ഇത്താത്തണ്ട് ഇവിടെ, പാവങ്ങളാ, കാശൊന്നുമില്ല, കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന കുടുംബം, അവിടെ ഒന്ന് ചോദിച്ചോക്കട്ടോ എന്ന് പറഞ്ഞു. അസറിന്റെ ശേഷം വരാൻ പറഞ്ഞു. എന്നെ കൊണ്ടുപോയി ഒരു ചെറിയൊരു ഒറ്റ പെരയാണ്, ഒരു ഓടിട്ട പെര. അവിടെ കൊണ്ടുപോയിട്ട് കൊഞ്ചുമല്ലി അവിടെ ഉമ്മ അറിഞ്ഞു വന്നു. എന്റെ അല്ലെ ഉസ്താദ് പറഞ്ഞാൽ ആ പള്ളിയിലെ മുത്താലിബിന് ചെലവ് കൊടുക്കാൻ പറ്റുമോ ചോദിക്കാനാണ് പറഞ്ഞത്. ആ വല്യമ്മന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ തരാലോ, എത്ര നേരം പണം ചോദിച്ചു. അപ്പൊ മുക്കരിക്ക പറഞ്ഞു, ഒരു നേരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ വലിയ പറഞ്ഞല്ല, 3 നേരം ഇവിടെ തന്നെ ആയിക്കോട്ടെ. തൽക്കാലം കഴിച്ചില്ലായിരുന്നു. ഒരു ചെറിയ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ചെലവിന് കൊണ്ടുപോയി. അല്ലാഹുവേ, 6 കൊല്ലം ആ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മ ഖബറിലാ, ഉപ്പയുടെ ഖബറിലാ. അല്ലാഹുവേ, അവർ
അവർക്ക് സ്വർഗം നൽകണം റഹ്മാനെ. കാരണം ഞാൻ ആ ഉപ്പക്കും ദ്വാരക്കാതെ എന്റെ ഒരൊറ്റ മജ്‌ലിസും ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം ആരും എനിക്ക് ഭക്ഷണം തരാനില്ലാത്ത കാലത്ത് കൂലിപ്പണിക്ക് പോയിരുന്ന അവിടുത്തെ കൈക്കോട്ട് കളച്ചു കിട്ടുന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് ചെലവ് കഴിഞ്ഞു കൂടുന്ന ആ കുടുംബത്തിൽ എനിക്ക് 3 നേരം ഭക്ഷണം തന്നു. ഭക്തിപകാരം എന്നുള്ള നിലക്ക് എല്ലാ തിങ്കളാഴ്ച രാവും എല്ലാ വെള്ളിയാഴ്ച രാവും ആ വീട്ടിൽ ഞാൻ ദ്വാരക്കും. എന്നോട് വീട്ടുകാർ പറഞ്ഞിട്ടല്ല, എല്ലാ തിങ്കളാഴ്ച വെള്ളിയാഴ്ച രാവും ആ വീട്ടിൽ ഞാൻ ദ്വാരക്കും. സലാത്തു താജ് ചൊല്ലി ദ്വാരക്കും. നേരത്തെ മംഗലാപുരത്തുകാരൻ മുടിപ്പുകാരൻ കൂടെ വന്ന് പറഞ്ഞില്ലേ സലാത്തു താജ്. ഞാൻ മുത്താലിമായ സമയത്ത് തന്നെ എനിക്ക് ഇജാദത്തുള്ള സലാത്താണ് സലാത്തു താജ്. ഔലിയാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെ ഇജാദത്തുമൊക്കെ. മുത്താലിമായ കാലത്ത് തന്നെ ഒരുപാട് ഔലിയാക്കളോട് ബന്ധമുണ്ട്. വലിയുള്ളാഹി കക്കടിപ്പുറം ഉസ്താദ്, വലിയുള്ളാഹി അബ്ദുൽ വലിയുള്ളാഹി സിയം, വലിയുള്ളാഹി ഖുതുബുൽ ആലം. ഞാൻ മുത്താലിമായ കാലത്ത് തന്നെ ബന്ധപ്പെട്ട മഹാനാണ്. വലിയുള്ളാഹി കല്ലടി മസ്താൻ, വലിയുള്ളാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ, വലിയുള്ളാഹി കുഞ്ഞമ്മ മുസ്ലിയാർ പാപ്പ. ഈ ഔലിയാക്കളൊക്കെ മുത്തഅല്ലിമായ കാലത്ത് ഞാൻ ബന്ധപ്പെട്ടവരാണ്. അവരിൽ നിന്നൊക്കെ പൊരുത്തവും ഇജാദത്തും എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അവരിൽപ്പെട്ട ഹിബത്തുല്ലാഹി ബുഖാരി തങ്ങളാണ് എനിക്ക് സലാത്തു താജിന്റെ ഇജാദത്ത് തന്നത്. അത് ചൊല്ലി എല്ലാ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഞാൻ ദ്വാരക്കും. ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഷാർജയിലെ 2000 ചില്ലാനം കോടി ആസ്തിയുള്ള വലിയ ഒരു കമ്പനിയുടെ ഓണറാണ് ആ ഉമ്മയുടെ മകൻ. ആ ഉമ്മ മരിക്കാൻ കിടക്കുക കുന്നംകുളം റോയൽ ആശുപത്രിയിൽ. ഉമ്മയുടെ അവസാനത്തെ ആഗ്രഹം മകൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്താണ്? നമ്മുടെ വീട്ടിലെ ചെലവിന് വന്നിരുന്ന മുള്ളൂർക്കര മുഹമ്മദ് അലി മുസ്ലിയാരെ എനിക്ക് കാണണം എന്റെ മോന. ഞാൻ കാസർഗോഡ് ഒരു വയതിന്റെ മജ്‌ലിസിൽ നിൽക്കുമ്പോ ഫോൺ ഇങ്ങനെ തുരുതുരാ വരുന്നു. വയത് കഴിഞ്ഞ് നോക്കുമ്പോ ഒരു 10-20 മിസ് കോള് തിരിച്ചു വിളിച്ചു. ആരാ? പറഞ്ഞു ഞാൻ ഇന്നാളാ. എന്തേ? ഉമ്മാക്ക് തീരെ സുഖമില്ല, ഉമ്മ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. ക്രിട്ടിക്കൽ സ്റ്റേജിലാ, വെന്റിലേറ്ററിലാണ്. ആ രാത്രി കാസർഗോഡ് നിന്ന് വയത് പറഞ്ഞിട്ട് ഉറങ്ങാതെ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്തു. റോയൽ ആശുപത്രിയിൽ ചെന്നു. മുഖത്ത് മുഴുവൻ ഓക്സിജന്റെ കുറ്റി വെച്ചു. അത് ഉമ്മ എടുത്ത് മാറ്റാൻ പറഞ്ഞു. എന്റെ കണ്ടപ്പോൾ 2 കണ്ണിലും വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, പോലെ കൊള്ളിക്കച്ചവടം നടത്തിയിരുന്ന ആളാണ് ഞാൻ. ആ സ്ഥിതിയിൽ നിന്ന് ഞങ്ങളിന്ന് വല്ലാത്ത ഉയരത്തിലാണ്. എന്റെ മകനിന്ന് വലിയ കോടീശ്വരനാണ്. ഇതൊക്കെ എന്റെ മകന് കിട്ടിയത് ഞങ്ങൾ നന്നായതും എല്ലാ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും മുത്തഅല്ലിമായ മകൻ ദ്വാരന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പോലെ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ ഈ മയ്യത്ത് നിസ്കരിക്കാൻ വരണം. എപ്പോഴും എനിക്ക് എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് നീ ദ്വാരക്കണം. ഞാൻ നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്റെ കൈ പിടിച്ച് ഉമ്മ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിൽ വെച്ചിട്ട് മകനെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദ് മുള്ളൂർക്കര ഉസ്താദ്, എന്ത് കാര്യം പറഞ്ഞാലും നടത്തി കൊടുത്തോ. 2 ദിവസം മുമ്പ് ഒരു പാവപ്പെട്ട മകന് വേണ്ടി ഇത്ര ലക്ഷം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഉടനെടുത്ത് തന്നു. അതിന്റെ മുമ്പ് എത്രയെ പറഞ്ഞു അപ്പോഴും തന്നു. അതിന്റെ മുമ്പ് എത്രയെ പറഞ്ഞു അപ്പോഴും തന്നു. അല്ലാഹുവേ, അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. പോരാ, ഉമ്മ മുത്തഅല്ലിമീങ്ങളെ പറ്റി പറഞ്ഞു, മരിക്കാൻ പോണ ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ മരിച്ചാലും നമ്മുടെ പള്ളിയിൽ ചില മുത്തഅല്ലിമീങ്ങൾക്ക് ഈ ദിവസം ഒരു 4-5 ആൾക്ക് ചെലവിന് കൊടുത്തോ. ഇന്ന് എത്രയോ മുത്തഅല്ലിമീങ്ങൾക്ക് ആ പ്രിയപ്പെട്ട മകൻ ചെലവിന് കൊടുക്കുകയാണ്. ഒരു മുത്തഅല്ലിമിന് ഒരു പേര് ചോറ് കൊടുത്തതിന്റെ പേരില്, ഒരു മുത്തഅല്ലിമിന് കന്തൂറ വാങ്ങി കൊടുത്തതിന്റെ പേരില്, ഒരു മുത്തഅല്ലിമിന് 1 കിലോ ഇറച്ചി കൊടുത്തതിന്റെ പേരില് നിങ്ങൾ പരാജയപ്പെടില്ല. മുത്തഅല്ലിമിന്റെ ഇൽമിന്റെ ബറക്കത്ത് വല്ലാത്ത ബറക്കത്താണ് മോനെ. അല്ലാഹു നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് നിറവേറ്റണേ അല്ലാഹ്.
സുഹൃത്തുക്കളെ, ഉമ്മമാരെ, നിങ്ങൾ മുത്താലിമീങ്ങളെ സഹായിക്കണം. എല്ലാം ഉസ്താദുമാർ ഉസ്താദ് കണ്ടല്ലോ. പഠിച്ചോനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് എന്ന് പറഞ്ഞു ദ്വാരക്കാതെ ഒരു മുയ്യരും ദ്വാരക്കില്ല. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് എന്ന് പറഞ്ഞു ദ്വാരക്കാത്ത ഒറ്റതുമായും ഒരു ആലിമും ഒരു മുത്താലിമും ദ്വാരക്കില്ല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ മോനെ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്കും നീ പൊറുക്കണേ അല്ലാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇത് നിന്റെ ഖബറിലേക്ക് നീ മരിച്ചാൽ, ഞാൻ ആ പന്നിത്തളത്തുള്ള ഉമ്മാക്ക് വേണ്ടി വയനാട് ജില്ലയിലെ നിങ്ങളുടെ ഈ മജ്‌ലിസിലെ ഈ പാതിരാത്രിയിൽ ഇവിടുന്ന് ദുആ ചെയ്യുമ്പോ പന്നിത്തളം ജുമാഅത്ത് പള്ളിയിൽ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആ ഉമ്മയുടെ ഖബറിലേക്ക് അല്ലാഹു തആല ഇൽമിന്റെ പ്രകാശം എത്തിച്ചു കൊടുക്കും. ഖബർ സുഖമാക്കട്ടെ. ആമീൻ 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 കേട്ടോ. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ സഹായിക്കണം, ദീനിനെ സഹായിക്കണം. അല്ലാഹുവിന്റെ ദീനിനെ കൊടുത്തോണ്ടൊന്നും കുറയില്ല. കാരണം നമുക്കൊക്കെ ഇപ്പൊ നല്ല നിയമത്ത്. അപ്പൊ അവിടെ വന്നു പറഞ്ഞു, ഉസ്താദേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വയനാട് ഇപ്പൊ വല്ലാത്ത പ്രതിസന്ധിയില്ല. മോനെ മോനെ കുട്ടികളെ ഉണ്ടാതിരിക്കും, മക്കളെല്ലാരും കുറച്ചേരം മുണ്ടല്ല. വയനാട് ഇപ്പൊ വലിയ പ്രതിസന്ധിയിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ട് എത്ര ആളാ മരിച്ചതെന്ന് അല്ലാഹു റസൂലുള്ളാഹി അലൈഹി. ഗവൺമെന്റിന്റെ കയ്യിലും കൃത്യമായ കണക്കുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. അതിൽ എത്ര ആൾ അവിടെ ഉണ്ടായിരുന്നു, അന്ന് ആള് വിരുന്ന് വന്നു, അന്ന് ആളാ പോരി, അവിടെ എത്ര ആളുണ്ടായിരുന്നു, എത്ര ആളെ കാണാതായി, എത്ര ആളെ കിട്ടാണ്ട്. മരിച്ചുപോയ ആളുകൾക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ ചെയ്യുക. വല്ലാത്ത ദുരന്തമാണത്. അപ്പൊ അത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ അതിന്റെ ശേഷം ബിസിനസ് ഒക്കെ ചെറുതാൻ വയനാട് എന്ന് പറഞ്ഞാൽ ടൂറിസം മേഖല സ്ഥലം പിടിച്ച സ്ഥലമാണ്. ഇവിടെ കിട്ടുന്ന ഒരു വലിയ ശതമാനം ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാൻ പേടിയാണ്. ഞാൻ ഇന്നലെ എന്നെ പുറത്തുനിന്ന് പോകുന്നതാണ്. ഇന്നലെ ഞാൻ പുറത്തുനിന്ന് പോകുന്ന ഒരു ചെറിയ പരിപാടി മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത്, ആദവനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിപാടി പങ്കെടുത്ത് വളാഞ്ചേരിക്കടുത്തൊരു സ്ഥലമാണ്. അവിടെ താമസിച്ചു. എന്റെ വീടിന് കുറച്ചേ ഉള്ളൂ. ഇനി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ അന്ന് അവിടെ കിടന്നു. അവിടുന്ന് സുബഹി നിസ്കരിച്ച് നീച്ചൊരു ചായ കുടിച്ച് പോയിട്ടാണ് ഇന്ന് ഇവിടെ 4-5 മണിയോട് കൂടെ എത്തിയത്. അപ്പൊ ഞാൻ പോകുമ്പോ എന്റെ വീട്ടിൽ ഇന്നലെ പറഞ്ഞു, ഇന്ന് മലപ്പുറത്താണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വയനാട്ടിലേക്ക് പോയി വയല് കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞപ്പോ എന്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, എവിടേക്ക്? വയനാട്ടിക്കോ? അള്ളാ, അവിടെ ആകെ ഉരുളുപൊട്ടല്ലേ. അപ്പൊ പെണ്ണുങ്ങൾ വിചാരം വയനാട് മൊത്തം ഉരുളുപൊട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അവളെ അങ്ങനെ ആ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ച് ഇരുത്താൻ പാടില്ലല്ലോ. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു, 2 കൊല്ലം മുമ്പേ എന്റെ നാടായ മുള്ളൂർക്കടയുടെ അപ്പുറത്ത് കുറാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം 6 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഒരു ഉരുൾ പൊട്ടി 16 ആള് മരിച്ചു. 16 ആള് മരിച്ചു എന്ന് ഞാനത് കാണാൻ പോയി. അതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഇടുക്കി എന്നൊരു ഫാമിലി മഴ കനത്തപ്പോ അവിടെ ഉരുള് പൊട്ടുന്നതിനെ പേടിച്ചിട്ട് ഉരുളുപൊട്ടാൻ സാധ്യതയില്ലാത്ത വടക്കാഞ്ചേരിയിലെ പുറാഞ്ചേരിയിലേക്ക് താമസിച്ചു. അന്ന് ഉരുളുപൊട്ടിയിട്ട് ഇടുക്കി ഫാമിലി അവിടെ കിടന്ന് വെച്ചു. അവരവിടേക്കാണ് ഒഴിവാക്കാൻ പറ്റിയില്ല. അള്ളാഹുവിന്റെ ഖദർ നോക്കണം. വമാ തദരീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ആര് എവിടെ എപ്പോൾ എങ്ങനെ മരിക്കും അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ചോദിച്ചു, അല്ല കുറാഞ്ചേരിയിൽ 2 കൊല്ലം ഉരുളുപൊട്ടി 16 ആള് മരിച്ചു വെച്ചിട്ട് ഇനി കുറാഞ്ചേരിക്ക് ഞാനൊന്നും പോണില്ല, അതിലൂടെ ഞാൻ ഇന്നും തൃശ്ശൂർക്ക് പോണിച്ചു, അത് എന്നെ പോണില്ല. കേട്ടോ. അപ്പൊ വയനാട്ടിൽ ചൂരന്മലയിൽ പൊട്ടിയ ഇഞ്ഞ് പൊട്ടിയോ വയനാടാവില്ല, ചിലപ്പോ ഉള്ളൂക്കരയാവും. അത് അള്ളാഹ്ക്കേ അറിയോ, അള്ള പൊട്ടിക്കാതിരിക്കട്ടെ. അമ്മീൻ എവിടെയും വേണ്ട. അതെവിടെ പൊട്ടിയാൽ ആർക്കറിയോ? നമ്മൾ ചോരക്കത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ ചൂരന്മലയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്? ഒരു വീഡിയോ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞുപോയി. കഴിഞ്ഞ കൊല്ലം റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോ, അവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ, അവിടുത്തെ കുഞ്ഞുമക്കളെ ജാഥ നടത്തുന്ന വീഡിയോ, ദഫ് പൊട്ടുന്ന വീഡിയോ, കഴിഞ്ഞ കൊല്ലത്തെ നബിദിനത്തിന്റെ വീഡിയോ കണ്ടു. ആ സ്ഥലം ഇന്ന് മാപ്പിലില്ല. ആ ജാഥ നടത്തിയ മക്കള് പലരും ഇന്ന് ദുനിയാവിലില്ല. അതിന് നേതൃത്വം കൊടുത്ത ഉസ്താദും ഹയാത്തിലില്ല.
മരിച്ചുപോയി. അതുകൊണ്ട് റബ്ബിന്റെ കഥ ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷാമം എന്നൊക്കെ പറഞ്ഞാൽ ആപേക്ഷികമാണ്, അത് നൈമിഷികമാണ്. റബ്ബിന്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണ്. അതിലൊരു കുറവില്ല, അതിലൊരു കുറവില്ല. അള്ളാഹിനോട് ചോദിച്ചോ തരും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ അങ്ങ് തുറക്കാൻ തീരുമാനിച്ച ഇതൊന്നും ഒരു തടസ്സമല്ല. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നോട്ട് പോവണ്ട. ഉറവ പറ്റൂല, ഉറവ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ കഴിവിന്റെ പരമാവധി കൊടുക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒക്കെ പറയാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാ? വലിയ മുതലാളിയാണ്. സഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുതലാളി ആരാ? രണ്ടാണ്. ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, മറ്റൊരാള് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, വലിയ മുതലാളി. അപ്പോ മദീനയിൽ ഒരു വെള്ളക്ഷാമുണ്ടായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മദീനയിലെ വെള്ളമൊക്കെ വറ്റി, കുളങ്ങളൊക്കെ വരണ്ടു, അരുവികളൊക്കെ വരണ്ടു, കിണറൊക്കെ വറ്റി വരണ്ടു, ഒരൊറ്റ തുള്ളി വെള്ളം മദീനയിലില്ല. സഹാബത്ത് പറഞ്ഞു, നബിയേ, ഇന്നലെ രാത്രി ജനാപത്തുണ്ടായ ഞങ്ങള് പലരും വലിയ ശുദ്ധിക്കാരാണ്, കുളിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങള് തയമ്മം ചെയ്തു പോയവരാണ്, വെള്ളമില്ലാതെ വിഷമത്തിലാണ്. തങ്ങളൊന്ന് ദ്വാരക്കോ നബിയേ, മഴയ്ക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോ റഹ്മത്തുൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ചോദ്യം ചോദിച്ചു. തങ്ങൾ ദ്വാരുന്ന ഇജാബത്തിന്റെ വെള്ളം കിട്ടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യം, മദീനത്തെ എല്ലാ കിണറും വെച്ചു വെച്ചു. സഹാബത്ത് പറഞ്ഞു, വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു, എല്ലാ കിണറും വെച്ചു. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, നബിയേ, ഒരു കിണർ വെട്ടിയിട്ടില്ല. പക്ഷെ ആ കിണറ് ഒരു യഹൂദിയുടെ കയ്യിലാണ്. അവൻ കടുത്ത വർഗീയവാദിയാണ്. ഒരു തുള്ളിലല്ല അവൻ മുസ്ലിമീങ്ങൾക്ക് തരില്ല നബിയേ. തങ്ങൾ ആരും വിചാരിക്കാനോ വെള്ളം തരില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കിണറ് വിലക്ക് കിട്ടുമോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, നബിയേ, അവൻ പറയുന്നത് വിപണിയിലുള്ളതിന്റെ 100 ഇരട്ടി വിലയാണ്. 10 രൂപയുടെ മുതൽ 10,000 പറയുന്നത്. തങ്ങളെ അതെങ്ങനെ മേടിക്കാനാണ്? ആര് മേടിക്കാനാണ്? 10 രൂപയുടെ മുതൽ 10,000 പറഞ്ഞാൽ ആര് വാങ്ങിക്കാനാണ്? അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, ആ കിണർ വാങ്ങിച്ച് തരുന്നവന് സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വലിയ പണക്കാരനാണ്. മജ്ലിസിൽ നിന്ന് നേരെ എഴുന്നേറ്റ് പോയി ആ യഹൂദിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എടോ, നിന്റെ കിണർ തരുമോ? ചോദ്യം കേട്ടപ്പോ യഹൂദിക്ക് മനസ്സിലായത് മുഹമ്മദ് നബി പറഞ്ഞയച്ചിട്ടാകും, വെള്ളമില്ലല്ലോ. യഹൂദി പറഞ്ഞു, കിണർ തരാം, ഇത്ര രൂപ തരണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വില കേട്ട് ഞെട്ടിപ്പോയില്ല. നേരെ വീട്ടിന്റെ പുറത്തു പോയി തന്റെ ഒരു ഈത്തപ്പനത്തോട്ടം വിറ്റു. ആ കാശ് വാങ്ങി വീട്ടിൽ പോയി പെട്ടിയിലിരിക്കണ കാശും കൂട്ടിയിട്ട് യഹൂദിക്ക് കൊണ്ടുപോയി ആ പണം കൊടുത്തിട്ട് കിണറിന്റെ ആധാരം ഇങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് ആ കിണറിന്റെ ആധാരം കൊണ്ട് നബി തങ്ങളുടെ ഹദ്റത്തിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾ വാങ്ങാൻ പറഞ്ഞില്ലേ ആ കിണർ?
ഞാൻ എന്റെ ഈ തപ്പനത്തോട്ടം വിറ്റ് വീട്ടിലുള്ള പൈസയും കൂട്ടിയിട്ട് ആ കിണർ വാങ്ങി നബിയെ ഇതാ അതിന്റെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ കയ്യിലങ്ങ് കൊടുത്തപ്പോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞു റഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ റഅയ്തു അലാ സാഖിൽ അർശി മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ റഅയ്തു അലാ ജനാഹി ജിബ്രീൽ മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ ജിബ്രീലിന്റെ ചിറകിന്റെ മോളിൽ ഉസ്മാന്റെ പേര് അർശിന്റെ തൂണിന്റെ മോളിൽ ഉസ്മാന്റെ പേര് സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മോളിൽ ഉസ്മാന്റെ പേര് ജിബ്രീലിന്റെ ചിറകിന്റെ മോളിൽ ഉസ്മാന്റെ പേര് ഞാൻ കണ്ടു 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 എന്ന് ഖാല റസൂലുള്ളാഹ്. ആ കിണർ ഇപ്പോഴുണ്ട്. ആ കിണറിന്റെ പേരെന്താണെന്നറിയോ? ബിഇർ ഉസ്മാൻ. മദീനത്തിൽ ചെന്നാ ഇപ്പോഴും കാണാം. ഉംറക്ക് പോയാൽ ഹജ്ജിന് പോയാൽ ഈ സമയം വരെ ആ കിണർ പറ്റുന്നില്ല. പറ്റാത്ത കിണർ ബിഇർ ഉസ്മാൻ. ഒരു ഈത്തപ്പന തോട്ടമുണ്ട്, അതിന്റെ നടുക്കി കിണർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 18-ാം തീയതി നമ്മുടെ ഉസ്താദ് ഉംറ കഴിഞ്ഞു. ഒരു വ്യക്തി ഉംറ കഴിഞ്ഞു വന്നാൽ, ഹജ്ജ് കഴിഞ്ഞു വന്നാൽ 40 ദിവസം ദുആക്ക് ഇജാബത്തുണ്ട്. എന്ത് ചോദിച്ചാലും വിടണ്ട, വിടാതെ പിന്തുടരണം. വിടണ്ട, വിടാതെ പിന്തുടരണം. ധാരിക്കണം, ധാരിപ്പിക്കണം. 40 ദിവസം ദുആക്ക് ഇജാബത്തുണ്ട്. അല്ലാഹു ശരീഫിലേക്ക് വന്നിട്ടുണ്ട്. ഹജ്ജുൽ റസൂൽ തൊട്ടിട്ടാ വന്നിരിക്കുന്നത്. കഅബ തൊട്ടിട്ടാ വന്നിരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള കണ്ടിട്ടാ വന്നിരിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ അതിന് ഒരുപാട് 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 വട്ടം തൗഫീഖ് നൽകണേ അല്ലാഹ്. കറാത്ത് മറാത്ത് 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 തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാണാൻ ഉണർച്ചയിലും സ്വപ്നത്തിലും തൗഫീഖ് കിട്ടിയവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ആ കിണറിപ്പോഴും മദീനത്തുണ്ട്. ബിഇർ ഉസ്മാൻ ആ കിണറിന്റെ പേര്. ഉമ്മമാരെ ഉംറക്ക് പോകുമ്പോൾ അമീറന്മാരോട് ചോദിച്ചു, ഉസ്താദുമാരോട് ചോദിച്ചിട്ട് ആ കിണർ പോയി കാണണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഉസ്മാൻ നബി അഫ്ഫാൻ എന്ന് തുടങ്ങിയോ? ഇല്ല. മരിക്കുന്നവരെ മലയാളി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ. ആമീൻ. നേരത്തെ ഞാനിവിടെ വന്നപ്പോൾ തബറുക്കിന്റെ ഭക്ഷണം ഇരിക്കുന്ന സ്ഥലത്ത് ഒരാളും പോകരുത് കേട്ടോ. തബറുക്കിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് ഖുതുബുൽ ആലം സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്റെ ബർക്കത്തിൽ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ ആ തബറുക്കിന്റെ ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ ആണിന്റെ പെണ്ണിന്റെ കയ്യിൽ കൊണ്ടുവരും. എല്ലാവരും വാങ്ങിക്കുക. അതിന്റെ മുമ്പേ ബിസ്മില്ലാഹ് നിങ്ങളൊരു സഹായം നമുക്ക് ദീനിന് വേണ്ടി നിങ്ങളൊന്ന് സഹായിക്കണം. മുത്തഅല്ലിമീങ്ങളെ സഹായിക്കണം, ആലിമീങ്ങളെ സഹായിക്കണം. സയ്യിദ് വലിയുള്ളാഹിന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തെ നിങ്ങൾ കയ്യും മെയ്യും മറന്ന് സഹായിക്കണം. അതിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ കച്ചവടത്തിന് ബർക്കത്തുണ്ടാകും. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതി നടപ്പാകും. ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു ഇൻഷാ അല്ലാഹ്. ഞാൻ സലാത്ത് ചൊല്ലിയിട്ട് ഇവിടെ തോരട്ടു. 28 കൊല്ലം മുമ്പ് മുടിപ്പിൽ സ്ഥാപിച്ച സലാത്തിന്റെ ബർക്കത്ത് അദ്ദേഹം എന്ന് പറഞ്ഞില്ലേ? ഞാൻ അദ്ദേഹത്തെ യാദൃശ്ചികമായിട്ട് കേട്ടോ. ഒരു 4000-5000 സ്ക്വയർ ഫീറ്റ് നമുക്കിവിടെ കട്ട വിരിക്കാനും മതിൽ കെട്ടാനും ഇതിനൊരു ചുറ്റുമതിൽ വേണമെങ്കിൽ സ്ഥാപനത്തിന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അതിന്റെ അടിയിലൊരു ബ്രിക്സ് വിരിച്ചിട്ട് ഇതിവിടെ മനോഹരാക്കണം. അപ്പൊ കണ്ടില്ലേ എന്താ ഇരിക്കണ ഇരുത്തം. അതിന് മുകളിൽ കൂടെ അല്ലേ നടന്നു പോകുന്നതും നിങ്ങളൊക്കെ നടക്കേണ്ടതും. അവ ഇൽമിന്റെ മജ്‌ലിസ് നല്ല റാഹത്തായിരിക്കണം. സ്ഥാപനം നല്ല മനോഹരമായിരിക്കണം. സയ്യിദ് വലിയുള്ളാഹിന്റെ പേരിലല്ലേ നമ്മൾ ഇരിക്കണത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ പദ്ധതിയിലേക്ക് ഒരു 500 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റുന്നവർ ഒരു സ്ക്വയർ ഫീറ്റിന് 100 രൂപയാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് അതിന്റെ പണി കഴിച്ച് വിപണിയിൽ തരാൻ 100 രൂപയാണ് കോൺട്രാക്ടർ കണക്ക് തന്ന എസ്റ്റിമേറ്റ്. ഇൻഷാ അല്ലാഹ്
ഒരു 500 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റുന്നവർ ഏറ്റെടുക്കണം. ഒരു 250 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റുന്നവർ ഏറ്റെടുക്കണം. ഒരു 313 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റുന്നവർ ഏറ്റെടുക്കണം. എത്രയാണ് നിങ്ങളെ കൊണ്ട് കഴിയാമെങ്കിൽ അത്ര ഏറ്റെടുക്കണം. ഒന്നും ഏറ്റെടുക്കാത്തവരായി ഈ മജ്‌ലിസിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല. ഈമിന്റെ കാര്യത്തിൽ നീ ഒന്നിനും പെടാത്തവനാകാൻ പാടില്ല. ഈമിന്റെ കാര്യത്തിൽ നീ ഒന്നിനും പെടാത്തവനാകാൻ പാടില്ല കേട്ടോ. നിങ്ങള് ഒരാളാദ്യം ഞാനൊരു ഇത്ര സ്ക്വയർ ഫീറ്റ് തരാന്ന് പറയാൻ ആരാണ് മുന്നോട്ട് വരിക? മുത്തുനബിനെ മുൻനിർത്തിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്ടത് മോനെ? ഒരു 100 സ്ക്വയർ ഫീറ്റ് പറയാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? അല്ലാഹു അക്ബർ. ആ രണ്ടാളുടെ പേരിക്കറിയില്ല. നൗഫൽ. ഈ കുട്ടിനടുത്ത ആളാരാ? ഇതാണ് നൗഫൽ. മാറ്റി പ്രശ്നമുണ്ട. ഇത് അഹമ്മദ് ഷാ, അത് നൗഫൽ. അതോ സുഹൈൽ മദനി, അതൊരു ഉസ്താദ് കൂടിയാണ്. ഇതൊരു ഉസ്താദാണ്. ഇദ്ദേഹം അബൂബക്കർ, നമ്മുടെ സെക്രട്ടറി. 100 സ്ക്വയർ ഫീറ്റ്. ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ പേരിലുള്ള ചെറുപ്പക്കാരൻ. അല്ലാഹുവേ ഇവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഖുർആനിൽ പറഞ്ഞ പോലെ ബറക്കത്ത് നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ഹബീബായ തങ്ങളെ മനാമിലെത്തിക്കണേ അല്ലാഹ്. ഇവരുടെ കച്ചവടങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇവരുടെ ഇടപാടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇവരെന്ന് മരിച്ചവരുടെ ഖബറുകൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാട് ബറക്കത്തിന്റെ നാടാക്കണേ അല്ലാഹ്. മതസൗഹാർദ്ദത്തിന്റെ നാടാക്കണേ അല്ലാഹ്. എല്ലാ ഇസ്സത്തുള്ള നാടാക്കണേ അല്ലാഹ്. ബറക്കത്തുള്ള നാടാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉമ്മമാരുടെ ഭാഗത്തേക്ക് 2-3 മുത്താജിബികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മോനെ എല്ലാവരോടും ചോദിച്ചാൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റുന്ന ഉമ്മമാരെ ബിൽ കൊടുക്കുക. 50 സ്ക്വയർ ഫീറ്റ് ആയാലും കുഴപ്പമില്ല. 2-3 മുത്താജിബികൾ പോകുക. ഒരു കഷ്ണം സ്വർണം തരാൻ കഴിവുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അള്ളാന്റെ പള്ളിക്കും മദ്രസക്കും ദീനി സ്ഥാപനത്തിനും ഒരു പീസ് സ്വർണം തന്നാൽ നരകത്തിൽ ഇതൊക്കെ ചെല്ലാൻ അതിനോളം കഴിവുള്ള വേറെ ഒരു വസ്തുവില്ല. കാരണം ലോകം ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്തുവാണ് സ്വർഗം. സ്വർണം അത് മുത്തുനബിന്റെ പേരില് സ്വർഗത്തിന് വേണ്ടി നൽകി എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കോടതിയില് അല്ലാഹു തആല അത് കബൂലാക്കും. അത് ഞാൻ കഴിഞ്ഞ 42 കൊല്ലമായി ഈ കേരളത്തിലും കർണാടകയിലും ഗൾഫ് നാടുകളിലും പറഞ്ഞപ്പോ 10,000-കണക്കിന് ഉമ്മമാര് 1000-കണക്കായ പവൻ സ്വർണം തന്നിട്ട് പള്ളി, മദ്രസ, യതീംഖാന, അറബിക് കോളേജുകൾ അതിന്റെ വഴിയായി നടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് ആ ഗണത്തിൽ അല്ലാഹു സ്വർഗത്തിന്റെ അവകാശികളാകാൻ നമ്മുടെ ഉമ്മമാർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. കഴിവുള്ള ഉമ്മമാർക്ക് ഒരു പീസ് സ്വർണം കൊടുക്കണം. അതിന് കഴിവില്ലാത്ത ഒരു 100 സ്ക്വയർ ഫീറ്റ്, അതിനും കഴിവില്ലാത്ത ഒരു 50 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉമ്മമാരൊക്കെ നൽകണം. ബിസ്മില്ലാ. ഇവിടെ ആകെ 4-5 കമ്മിറ്റിക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബിബർക്കത്ത് റസൂലില്ല. നിങ്ങളുടെ ബാപ്പ മരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉമ്മ മരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വല്യുപ്പ മരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വല്യുമ്മ മരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോകാതിരുന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അവരുടെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ട് പറഞ്ഞു സവാബിന്റെ ഖബറിലെത്തും. ചെയ്ത പോലെ നിങ്ങൾക്ക് കിട്ടും. തുല്യമായ പ്രതിഫലങ്ങൾക്കുണ്ട്. അതുപോലെ കൂടി ഖബറിൽ അവർക്ക് കിട്ടും. ചെയ്തവരൊക്കെ മരിച്ചുപോയവരുടെ പേരിൽ അത് ചെയ്തുണ്ടോ? അവർക്ക് കൂലി കിട്ടും. ബിസ്മില്ലാ. ഇനി ആരാണ്? ബാപ്പന്റെ പേര് അമ്മോശനും ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഉസ്താദിന്റെ ഉമ്മ ഹയാത്തിലുണ്ട്. അതുപോലെ അതുപോലെ അനുജന്റെ മോള് സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ഇവർക്കൊക്കെ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മുടെ ഉസ്താദ് 100 സ്ക്വയർ ഫീറ്റ് പറഞ്ഞിരിക്കുകയാണല്ലോ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻകത്തിനെ നമുക്കൊക്കെ അറിയാം. ഈ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ എന്ന പദവിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ്, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് മുത്തഅല്ലിമീങ്ങളുടെ ആലിമീങ്ങളുടെ ഖുതുബത്തിന് വേണ്ടിയിട്ട്
ആയുഷ്കാലം മാറ്റിവെച്ചിരിക്കുകയാണ് ഉസ്താദ്. അല്ലാഹുവേ മരിച്ചവരുടെ ഖബറിലേക്ക് തന്നെ മിഥ്ല സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് നീ അല്ലാഹ് ആജിലായ കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന് വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഭാര്യയെ സാലിഹത്താക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒറ്റ പെണ്ണുകൾ പറഞ്ഞിട്ടില്ല മോനെ, എന്തെന്ന് ഇന്ന് വായുവിൽ പറഞ്ഞൊരു പേര് കൊണ്ടുവരാ. ഓരോരുത്തർ പറഞ്ഞാലും അപ്പോൾ കൊണ്ടുവന്ന പിന്നെ ബാക്കി പറയാട്ടോ. ഉമ്മാരൊക്കെ പറയുന്നത് 100 സ്ക്വയർ ഫീറ്റ് വീതം എല്ലാവരും പറയും. ബിസ്മില്ലാ ബിസ്മില്ലാ മുണ്ടാതിരിക്കാൻ എല്ലാവരും പറഞ്ഞോ. ഇത് ഇന്നും നാളെയൊന്നും തരണ്ട. 100 സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ ഒന്നിച്ചു കൊടുക്കണ്ട. 10 കൊടുത്തോ, 20 കൊടുത്തോ, 30 കൊടുത്തു, 50 കൊടുത്തു, 3, 4, 5 കൂടൊക്കെ കൊടുത്താൽ മതി. ഇത് ഇപ്പൊ തന്നെ തരേണ്ടതുമില്ല. ഇതിന്റെ പണി നടക്കുമ്പോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. അതെന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റെടുക്കണം. എല്ലാവരും ഏറ്റെടുക്കണം. മജ്‌ലിസിലുണ്ട് ആരും പിന്നോട്ട് പോകരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതാ ഉമ്മമാര് പറഞ്ഞു? ആരാ പറഞ്ഞത് ചാപ്പ പറഞ്ഞാൽ മതി. ഒന്നിച്ചു നിൽക്കാൻ നിൽക്കണ്ട. ചോദിച്ചോണ്ടേ എന്താ പറഞ്ഞ ഹഫീദ ഹഫീദാരാവട്ടെ. ഉമ്മ ഹഫീദ 500 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അക്ബർ. ഒരു പെണ്ണുങ്ങൾ ആദ്യമായിട്ട് 500 സ്ക്വയർ ഫീറ്റ് അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഖുർആനിൽ പറഞ്ഞ പോലെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരുടെ മരിച്ചവരുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. സുലൈഖ ഹംസ അവരുടെ കയ്യിൽ അതേ ഉള്ളൂ 500 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഖൈർ ബർക്കത്തുകൾ നൽകണം റഹ്മാനേ. ഹബീബായ തങ്ങളെ മനാമിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിസ്മില്ലാ. വേറൊരു സഹോദരി ഖദീജ എന്ന് പറഞ്ഞ സഹോദരി തന്നിട്ടുണ്ട്. ഒരു കഷ്ണം സ്വർണം തരാൻ കഴിവുള്ള ഏതെങ്കിലും ഉമ്മമാരി മജ്‌ലിസിലുണ്ടോ? ഒരു പീസ്, 1 ഗ്രാം വേണ്ട, ഒരു പണത്തൂക്കം വേണ്ട, ഒരു പവം വേണ്ട, ഒരു ഇരുമ്പിന്റെ കാലിൽ അത്ര വലിപ്പായാലും മതി. സ്വർണം അത് മുത്തുനബിയെ വിചാരിച്ചിട്ട് കാതുന്ന് ഊരിയെടുത്താൽ, ഹബീബായ തങ്ങളെ വിചാരിച്ചിട്ട് ഊരിയെടുത്താൽ സ്വർഗത്തിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താക്കത്തുള്ളവരൊക്കെ ഒന്ന് കൊടുത്തേക്കും. ഒരു കഷ്ണം ചെറുതായാലും കൊണ്ട് വലുതായാലും കൊണ്ടില്ല. ബിസ്മില്ലാ. ഉപ്പമാരുടെ ഭാഗത്ത് ഒരു 100 സ്ക്വയർ ഫീറ്റ് പറയാം, ഒരു 50 പറയാം. ഞാൻ എൻ്റെ എല്ലാ മജ്‌ലിസിലും സലാത്തു താജ് ചൊല്ലി താഴെക്കുമ്പോ സലാത്തു താജിന്റെ എണ്ണം 4444. ഞാൻ ചോദിക്കല് അതാണ്. ഇനി ആരെങ്കിലും അതിന് തയ്യാറുള്ളവരുണ്ടോ? ഹബീബായി തങ്ങളെ മനാമിലെത്തിക്കാൻ കഴിയുന്ന എണ്ണമാണ് 4444 സലാത്തു താജ്. ഇബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ പറഞ്ഞു, അത് ചെല്ലാൻ കഴിയാത്തവര് അതിന്റെ പേരിൽ ഹദിയ കൊടുത്താൽ അവനും സ്വർഗത്തിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവനും ഹബീബായ തങ്ങളെ കാണും. എന്താ അൽഹംദുലില്ലാഹ്. ജഅഫർ എന്ന് പറയുന്ന സഹോദരൻ 50 സ്ക്വയർ ഫീറ്റ് പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തുള്ള സർവ്വ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മൾ ദ്വാരന്നിട്ട് പരിപാടി സമാപിക്കാൻ പോവുകയാണ്. ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ഒന്ന് എഴുന്നേറ്റോ. മജ്‌ലിസ് എല്ലാവരും എഴുന്നേറ്റോ. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് മുന്നോട്ട് പോകും. ദ്വാരക്കാൻ ബാക്കി നിൽക്കുന്നവരൊക്കെ കടന്ന് മുന്നോട്ട് വന്നു. ആണുങ്ങളൊക്കെ മുന്നോട്ട് വന്ന് മജ്‌ലിസ് ഒന്ന് കയറി നമുക്ക് ആലിമീങ്ങൾ മുന്നോട്ട് കയറി നമ്മൾ ആ കഥയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുന്നോട്ട് പോകാം. ദ്വാരക്കാൻ വേണ്ടി സലാത്തു താജ് ചൊല്ലി ദ്വാരക്കാൻ പോകുക. ഉമ്മമാരവിടെ ഇരുന്നാൽ മതി, ഞാൻ പറയുന്നത് ഇച്ചാൽ മതി. എല്ലാ ആണുങ്ങളും മുന്നോട്ട് വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്റെ നേരത്തെ 50 സ്ക്വയർ ഫീറ്റ് തന്ന ആ സഹോദരന്റെ 10 സ്ക്വയർ ഫീറ്റ് തന്നിട്ടുണ്ട്. അല്ലാഹുവേ ആ ഭാര്യ ഭർത്താക്കന്മാരെ ദമ്പതികളെ നീ സാലിഹീങ്ങളിലും സാലിഹത്യങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാഹ്.